Hello, good afternoon. Good afternoon, ma'am. നാല് പേരുള്ള ദിവ്യ, ഗായത്രി, ഗീതു അല്ലെ? അത് നമ്മുടെ സ്മാർട്ട്സറി ടെക്നിക്കൽ ടീമാണ്. 3 പേരുള്ളൂ. ഇങ്ങനെയാണോ ഡെയിലി ക്ലാസ്സില്? വരും മിസ്, കുറെ കഴിഞ്ഞിട്ട് വരും. കുറെ കഴിയുമ്പോ വരും. യെസ്, ഓക്കെ. കുറെ കഴിയുമ്പോ വരട്ടെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പൊ നമ്മള് എവിടെ പഠിച്ചു നിർത്തിയേക്കണേ? മറന്നുപോയാ? Acts of indiscipline, misconduct. അവിടെ നിന്ന് വീടെടുക്കണോ? അവിടെ വരെയായോ? ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ ഒക്കെ കഴിഞ്ഞോ? അതുവരെ പറഞ്ഞു. യെസ്, ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട് അവിടെ തുടങ്ങിയാണ് എടുക്കണ്ടേ? Causes of indiscipline. അല്ലേ? ഇവിടെ തുടങ്ങിയാണോ? അതിനേക്കാൾ മുമ്പ് ഞാൻ നിർത്തിയേക്കണ പോലെയാണല്ലോ എനിക്ക് തോന്നണേ. ശരി, നോക്കെല്ലാവരും ശരിയാണോ നോക്കിയ. കോസസ് ഓഫ് ഇൻഡിസിപ്ലിൻ എന്നാണ് തുടങ്ങേണ്ടതെന്നാണ് പറയുന്നത്. ശരിയാണോ? എല്ലാവരും ഒന്ന് കൺഫേം ചെയ്തേ. ബാക്കിയുള്ളവര് പറ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? ദിസ് വൺ ആക്ട്സ് ഓഫ് ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട് ഒക്കെ പറഞ്ഞു കഴിഞ്ഞോ? അതില് ഞാൻ വരച്ചിട്ടുണ്ട്, പറഞ്ഞത് അണ്ടർലൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആണോ? നമ്മൾ ഇവിടുന്ന് കോസസ് ഓഫ് ഇൻഡിസിപ്ലിൻ ആണ് തുടങ്ങണ്ടേന്നാണ് ആര് പറഞ്ഞേ? നയനയാണോ പറഞ്ഞത്? ഗീതു പറയുന്നു. ശരിയാണോ നോക്കി എല്ലാവരും. ഗീതു ചിലപ്പോ ഇൻഡിസിപ്ലിൻ അതിന്റെ തൊട്ടാ തുടങ്ങണ്ടേ? ഇൻഡിസിപ്ലിൻ മിസ്കണ്ടക്ട് തുടങ്ങിയാണ് തുടങ്ങേണ്ടതാണ് എന്റെയും ഒരു അവിടെ തൊട്ടാ തുടങ്ങേണ്ടത്. നോട്ട് ചെയ്ത് വെച്ചത് ഞാനും അത് തന്നെയാണ്. അതാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വേറെ ഭാഗത്തുനിന്ന് ഞാൻ തുടങ്ങി കുറെ കഴിയുമ്പോ ടീച്ചർ അത് ഇല്ലല്ലോ എന്നുള്ളൊരു ഇത് വരും. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി കൺഫേം ആയിട്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചേ കേട്ടോ. ചിലപ്പോ ഗീതു ചിലപ്പോ കുറച്ചും കൂടി മുന്നോട്ട് തന്നെ വെറുതെ വായിച്ചു നോക്കിയപ്പോ നമുക്കറിയാം ഇതൊക്കെ സിമ്പിൾ വേർഡ്സിൽ എഴുതിയേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ തന്നെ വായിച്ചാലും ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ ചിലപ്പോ വായിച്ചു പോയപ്പോ ഗീതു ആ ഒരു എന്താ പറയാ ഒരു ഇൻട്രസ്റ്റിൽ അങ്ങോട്ട് വായിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയതായിരിക്കാം മേ ബി. ഓക്കെ മിസ്സേ, കഴിഞ്ഞ ഇടയ്ക്ക് മോക്ക് ടെസ്റ്റ് ഇട്ടതിന്റെ ഒരു ക്വസ്റ്റ്യനിൽ 5ാമത്തെ ക്വസ്റ്റ്യന് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ നോട്ട് ഓൺലി ഡാഷ് ആൻഡ് എംപ്ലോയി ബട്ട് ഓൾസോ ക്യാൻ പനിഷ് ഹിം എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. ആ ആൻസർ റിവാർഡ് എന്നല്ലേ ആൻസർ വരുന്നേ? പുസ്തകത്തിന് അത് റിവാർഡ് എന്നല്ലേ കിടക്കുന്നേ? പക്ഷെ നമ്മള് മോക്ക് ടെസ്റ്റിൽ ആൻസർ വരുമ്പോ A and B ആൻസർ കാണിക്കുന്നേ. A and B എന്തായിരുന്നു? ബി ഓപ്ഷൻ പറയും. A and B ഓപ്ഷൻ A and B മാത്രമുള്ള ഓപ്ഷൻ ഞാൻ കണ്ടത് അത് ശരിയായിട്ട് അവര് കാണിക്കുന്നത്. പക്ഷെ പുസ്തകത്തിനകത്ത് ആൻസർ കിടക്കുന്നത് റിവാർഡ് എന്നാ. അതല്ല ഞാൻ ചോദിക്കണേ. A and B എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. സോ A എന്ന് പറയുന്ന ഒരു ആൻസർ കൊടുത്തിട്ടുണ്ടാവും, B എന്നൊരു ആൻസർ കൊടുത്തിട്ടുണ്ടാവും, സിയില് A and B എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് ഞാൻ ചോദിക്കുന്നത് എയിലും ബിയിലും എന്താ ആൻസേഴ്സ് കൊടുത്തേക്കണേന്നാണോ? ഒന്ന് വായിക്കാമോ? അത് ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ അത് അടുത്ത ദിവസം പറഞ്ഞാ മതിയോ? ഞാൻ അത് എഴുതി വെച്ചിട്ടില്ല. ആരെങ്കിലും അത് നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പറയാമോ? ഞാൻ ചോദിക്കണത് എവിടെയാണ് ആ സെന്റൻസ് കിടക്കുന്നത്? ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ടിന്റെ തൊട്ടുമുകളിലല്ലേ നോക്കിയേ. ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ദ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ നോട്ട് ഓൺലി റിവാർഡ്സ് ആൻ എംപ്ലോയി ബട്ട് ഓൾസോ ക്യാൻ പണിഷ് ഹിം. അതെ അതെ അതെ. അപ്പൊ എന്താ ഉത്തരം വരിക? റിവാർഡ് അല്ലേ വരുന്നേ? എടാ നോക്ക്, അപ്പൊ ഇല്ലേ റിവാർഡെന്നും പണിഷെന്നും എയും ബിയും ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബാക്കി ആരെങ്കിലും നോട്ട് ചെയ്തവരുണ്ടോ? ഒന്ന് പറയൂ. റിവാർഡ് ആൻഡ് റൈസസ് ടു എ ഹയർ ലെവൽ അങ്ങനെയാണോ? എന്താണ് റിവാർഡ്? എടാ 4 ഓപ്ഷൻ കൊടുക്കുമല്ലോ. 4 ഓപ്ഷൻ ഇല്ലേ? മിസ്സേ ഒരു 1 മിനിറ്റ്, ഞാൻ ഇപ്പൊ നോക്കിയിട്ട് പറഞ്ഞാ മതിയോ? വേഗം പറയും. മേ ബി നമുക്ക് തെറ്റ് പറ്റാമില്ല എന്നല്ല, ഞാൻ എന്നാലും ഒന്ന് ചോദിക്കുന്നതാണ്. നമ്മൾ ചിലപ്പോ കൊടുത്തപ്പോ മാർക്ക് ചെയ്ത എന്താ പറയാ ടിക്ക് കൊടുത്ത
ആൻസറിൽ എന്റെ ചിലപ്പോ മൈ മിസ്റ്റേക്ക് ആയിരിക്കാം ഒബ്വിയസ്ലി. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇതുകൊണ്ട് മിസ്സായി പോയതായിരിക്കാം. അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് വേഗം നോക്കിക്കോ. ഇനിയിപ്പോ നമ്മൾ അതിനായിട്ട് വെറുതെ ആ ഒരു സംശയം വെച്ചിട്ട് അല്ലെങ്കിൽ തെറ്റുപിടിക്കാൻ പാടില്ലല്ലോ. എന്റെ ഒരു ഓർമ്മ ഞാൻ ഇങ്ങനെ കൊടുത്തതെന്നാണ്. റിവാർഡ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ, പണിഷ്ഡ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ, സി ഓപ്ഷനിൽ എ ആൻഡ് ബി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അങ്ങനെ ആയിരിക്കണം എന്നാണ് എന്റെ ഒരു ഓർമ്മ. അതിന്റെ ഇടയിൽ കൂടി കുറെ ക്ലാസ്സസ് കഴിഞ്ഞു പോയി. HRM 3 എനിക്ക് ആകെ ഒരു ക്ലാസ് ഉള്ളൂ ഈ വീക്കിൽ. അപ്പൊ ഒരാഴ്ച ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ അതുകൊണ്ടേ എനിക്ക് ഓർക്കണില്ല. ഒന്ന് വേഗം ഒന്ന് പറയാം. ബാക്കി ആർക്കെങ്കിലും ആ ഒരു ഇത് കണ്ടെത്തിയതുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക്. പറയട്ടെ. ആ, ആദ്യത്തെ കിടക്കുന്ന റിവാർഡ്, രണ്ടാമത്തെ ഓപ്ഷൻ റൈസസ് ടു ഹയർ ലെവല്, മൂന്നാമത്തേത് ബോത്ത് എ ആൻഡ് ബി. അപ്പൊ അതിന്റെ തൊട്ടുമുള്ള സെന്റൻസ് നോക്ക്. പ്രോഗ്രസീവ് ഡിസിപ്ലിൻ നോട്ട് ഓൺലി റൈസസ് ദ എംപ്ലോയി ടു ഹയർ ലെവൽ. അവിടെ ഉണ്ടല്ലോ. അപ്പൊ ബോത്ത് എ ആൻഡ് ബി ആൻസർ വരും അല്ലെ? ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. അതിന്റെ തൊട്ടടുത്ത സെന്റൻസിൽ വീണ്ടും പ്രോഗ്രസീവ് ഡിസിപ്ലിന് വേറൊരു രീതിയിൽ കണ്ടോ. നിങ്ങൾ വായിക്കുമ്പോ എല്ലാ സെന്റൻസും കൃത്യമായിട്ട് കണക്ട് ചെയ്ത് ഒന്നുകൂടി വായിക്കുക കേട്ടോ. പ്രോഗ്രസീവ് ഡിസിപ്ലിന് രണ്ട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതായത് ഒരു എംപ്ലോയിനെ ഹയർ ലെവലിലേക്ക് ഉയർത്തുക മാത്രമല്ല ചെയ്യുക പ്രോഗ്രസീവ് ഡിസിപ്ലിൻ, മറ്റൊരു രീതിയിൽ ഡിസിപ്ലിൻ ഇല്ലാണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യും, ഡിസ്മിസലിലേക്ക് എന്ന് വെച്ചാൽ അവരെ പിരിച്ചുവിടുന്നതിലേക്ക് വരെ നയിക്കുന്നുണ്ട്. പിന്നെ ഇൻ അതർ വേർഡ്സ്, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കണ്ടോ അടുത്ത സെന്റൻസിൽ അവർ പറയുന്നത് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ആൾക്ക് റിവാർഡ് കൊടുക്കുക മാത്രമല്ല പണിഷ് ചെയ്യാനും പറ്റും. ഓക്കെ, കറക്റ്റ് ആയോ? കറക്റ്റ് ആയി. സോ ദ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി. ഓക്കെ ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു വേണ്ടാ. ഇപ്പൊ എനിക്കൊന്നും വേണ്ട. എനിക്കും തെറ്റുപറ്റാം, ആർക്കും തെറ്റുപറ്റാം. മനുഷ്യരല്ലേ, നമുക്ക് ചിലപ്പോ ചില മൂഡ് സ്വിങ്സ് ഒക്കെ മാറി വരുമ്പോ ചിലപ്പോ കയ്യിൽ പോകും, ഇടയ്ക്കൊക്കെ തെറ്റുകളൊക്കെ വരും. എന്നാലും അത് തെറ്റുകൾ തിരുത്തി നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് നല്ല രീതിയിൽ. ഓക്കെ, അത് ചെയ്യാനായിട്ട് മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അധികം തെറ്റുകളൊന്നും വരാൻ ചാൻസസ് കുറവാണ്. പക്ഷെ എങ്കിലും പറയാൻ പറ്റില്ല, ഞാൻ അത്രയും 100% ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ നിരീക്ഷിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പറഞ്ഞതില് നയന. ഇതുപോലെ അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്കറിയാൻ പറ്റും. കണ്ടോ, പിള്ളേർ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ചുകൂടി അലർട്ടാവും, തെറ്റ് വരുത്താൻ പാടില്ല. ഓക്കെ, അപ്പൊ അത് ടീച്ചേഴ്സിനും ഉള്ള ഒരു അലേർട്ടാണ്. വെരി ഗുഡ്. സോ കീപ് ഗോയിങ് ലൈക്ക് ദിസ്. അതുപോലെ തന്നെ ആയിക്കോട്ടെ. എല്ലാവരും ശ്രദ്ധിച്ചോട്ടാ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കേണ്ട ഭാഗം ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട്. അപ്പൊ നമ്മൾ ഇത്രയും ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡിസിപ്ലിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് അല്ലെ. ഒരു അച്ചടക്ക മര്യാദ ഓരോ എംപ്ലോയീസും പാലിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഇൻഡിസിപ്ലിൻഡ് ആയിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഡിസിപ്ലിന്റെ ഓപ്പോസിറ്റ്. എന്താ കുഴപ്പം? ഇൻഡിസിപ്ലിൻഡ് ആയി അച്ചടക്കം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ കുഴപ്പം എന്താണ് ഈ അച്ചടക്കമില്ലായ്മ? വയലേഷൻ ഓഫ് കമ്പനീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈസ് കോൾഡ് മിസ്കണ്ടക്ട്. എന്താണ്? കമ്പനിയുടെ ഓർഗനൈസേഷന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുക എന്നതാണ്. വയലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ലംഘിക്കുക അല്ലെ. ലംഘിക്കലാണ് എന്ത് വിളിക്കുക? മിസ്കണ്ടക്ട് എന്ന് വിളിക്കുക. അപ്പൊ മിസ്കണ്ടക്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഓർഗനൈസേഷനിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. നിയമങ്ങൾ എന്ന് പറയുമ്പോൾ എംപ്ലോയീസ് അനുശാസിക്കേണ്ടതായിട്ടുള്ള വരുന്നതിനും പോകുന്നതിനും അല്ലെ. നമ്മൾ ഓർഗനൈസേഷൻ ജോലിക്ക് എപ്പോ വരണം, എപ്പോ നമുക്ക് ലീവ് ചെയ്യാം, എന്റെ പണി കഴിഞ്ഞു, ഞാൻ ഇന്നത്തെ എന്റെ ക്ലാസ് കഴിഞ്ഞു, ഞാൻ പോട്ടെ, അങ്ങനെയല്ലല്ലോ. നമുക്കൊരു ടൈമിംഗ് ഉണ്ട്. ടീച്ചേഴ്സിന് എൻ്റർ ചെയ്യുന്ന ടൈമുണ്ട്, എക്സിറ്റ് ചെയ്യുന്ന ടൈമുണ്ട്. ആ ടൈമിങ്ങിലാണ് ടീച്ചർ എന്റെ ഏതെങ്കിലും പീരീഡ് ഞാൻ വന്ന് ക്ലാസ് എടുത്തോളാം. അങ്ങനെയല്ല, അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന അവറിലാണ് വന്ന് ക്ലാസ് എടുക്കേണ്ടത് അല്ലെ. ചില അഡ്ജസ്റ്റ്മെന്റ് നടത്തും. അത് ചിലപ്പോ ചില എന്താ പറയാ, എല്ലാവർക്കും വയ്യായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുമല്ലോ. ചിലപ്പോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില ദിവസങ്ങളിൽ ചേഞ്ച് ചെയ്യും. അതർവൈസ് വിൽ ബി അക്കോർഡിംഗ് ടു ദ ടൈം ടേബിൾ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ടീച്ചേഴ്സ് ക്ലാസ്സുകൾ ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ each and every organization have some rules and regulations to be followed by the employees. തീർച്ചയായിട്ടും എംപ്ലോയീസ് ഫോളോ ചെയ്യേണ്ട കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് എന്ന് പറയുന്നത് വയലേറ്റ് ചെയ്യുമ്പോഴാണ് എന്താകുക? മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ. എനിക്ക് തോന്നിയ പോലെ വരുന്നു. 10:30 മണിക്ക് ഇവിടെ ക്ലാസ് തുടങ്ങുന്നു. 10:20 I have to be there in my seat. എന്റെ സീറ്റിൽ ഞാൻ 10:20 വരണം. ഇതാണ് നമ്മുടെ റൂൾ കേട്ടോ.
10:30ക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. സോ ആ 10 മിനിറ്റിന് നമുക്കൊരു പ്രിപ്പറേഷൻ ആണ്. ക്ലാസ് നമുക്ക് ഓൺലൈൻ ക്ലാസ് ആണ്, ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് മാനേജ്മെന്റും നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററും പറഞ്ഞിരിക്കുന്നത് ഒരു 10:20 നമ്മൾ ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. കാരണം ഇതിപ്പോ നമ്മൾ ഓൺ ചെയ്തു, അപ്പൊ ടെക്നിക്കൽ എറേഴ്സ്, അതുപോലെ തന്നെ സൗണ്ട് ഇല്ല, ചിലപ്പോ വിളിക്കാറുണ്ടല്ലേ സൗണ്ട് മിസ് കേൾക്കണില്ലല്ലോ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയും. അപ്പൊ അത് കുറച്ച് നേരത്തെ നമ്മൾ ഇരുന്ന് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ മൈക്ക് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്ത് നോക്കി കഴിയുമ്പോൾ അതിനെയൊക്കെ നമുക്ക് നമ്മുടെ ക്ലാസ് ടൈമിനെ നമുക്ക് എന്താ പറയാ മിസ്യൂസ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ നമുക്ക് മാക്സിമം നമ്മുടെ ക്ലാസ് ടൈം ക്ലാസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം അല്ലെ. അപ്പൊ അതിനാണ് നമുക്ക് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ തന്നിരിക്കുന്നത്. 10:30 ക്ലാസ് ആണ്, പക്ഷേ 10:30 ഒരു 20 ആകുമ്പോഴേക്കും 10 മിനിറ്റ് മുമ്പ് ടീച്ചേഴ്സ് എത്തണമെന്നും അവർ ക്ലാസ്സുകളിൽ അവരവരുടെ ക്ലാസ് റൂമില് ഫസ്റ്റ് അവർ ഉള്ളവരൊക്കെ കൃത്യമായിട്ട് കയറിയിരിക്കണം. അതുപോലെ ഉച്ചയ്ക്കാണെങ്കിൽ 1:30 ക്ലാസ്, അപ്പൊ ഒരു 1:20 ആകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സുകളിൽ കയറിയിരുന്നാലാണ് നമുക്ക് അതൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് നോട്ട്സ് ഒക്കെ അവിടെ പ്രസന്റ് ചെയ്തു, കുട്ടികൾ വരുന്നതൊക്കെ നോക്കി ഓക്കെ എല്ലാവരും സൗണ്ട് കറക്റ്റ് ചെയ്തു, അതുപോലെ മറ്റേന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ കറക്റ്റ് ചെയ്തു. ഇതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നടക്കുകയാണെങ്കിൽ അവിടെ എംപ്ലോയീസ് ഡിസിപ്ലിൻഡ് ആണ്. പക്ഷെ ഇതൊന്നും അറിയാതെ അനുസരിക്കാതെ 10:30 ക്ലാസ് എന്ന് പറയുമ്പോൾ 10:35 ഓടി വരുന്നു, അന്നേരം ക്ലാസ് ഇങ്ങനെ ഓൺ ചെയ്യുന്നു. ടീച്ചർ ഓൾറെഡി 5 മിനിറ്റ് ലേറ്റ് ക്ലാസ് അറേഞ്ച് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ടെക്നിക്കൽ എറേഴ്സ് വരുന്നു, അത് പിന്നെ ഓഫ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ വീണ്ടും അത്രയും സമയം കുട്ടികളുടെ മിസ്സായി പോകും അല്ലെ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അത് ചെറിയ ചെറിയ ഇഷ്യൂസ് ആണ്, ഇതിനേക്കാളും വലിയ വലിയ ഇഷ്യൂസും ഓർഗനൈസേഷൻസിൽ നടക്കാറുണ്ട്. അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാണ്ട് വരുന്നതിനെയാണ് വയലേഷൻ ഓഫ് കമ്പനീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ എന്ന് പറയാം. ഈ ഇൻഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ് അഡ്വേഴ്സ്ലി അഫക്ട് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദ എംപ്ലോയീസ്. ഈ പറയുന്ന ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിലേ അത് അവരുടെ കരിയർ ഗ്രോത്തിനെ, അവരുടെ എന്താ പറയാ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന അവരുടെ ജോലിയെ ബാധിക്കുന്നു, അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മളുടേതായ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട് അല്ലെ, പദവിയുണ്ട്. ആ പദവിക്ക് കോട്ടം തട്ടുകയാണ് ചെയ്യുന്നത് ഇൻഡിസിപ്ലിൻഡ് ആയി കഴിഞ്ഞാൽ. നമ്മളെ കുറിച്ച് ആ ടീച്ചർ ഡിസിപ്ലിൻ ഒന്നും അല്ല തോന്നിയായിരുന്നു വരും, കണ്ടോ, അത് നമ്മുടെ കരിയർ ഡെവലപ്മെന്റിനെ ബാധിക്കും, അതുപോലെ തന്നെ നമ്മുടെ റെപ്യൂട്ടേഷനെയും ബാധിക്കും. മാത്രമല്ല നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും തരാം മറ്റുള്ളവര്, മറ്റ് എന്താ പറയാ ടീച്ചേഴ്സിന്റെ ഇടയില്, മറ്റു വർക്കേഴ്സിന്റെ ഇടയിൽ നമുക്ക് അങ്ങനെ ഒരു പേരായിരിക്കും ഉണ്ടാകുക, എപ്പോഴും വൈകി വരുന്നത് എന്നൊക്കെ അല്ലെ. അപ്പൊ ഈ മിസ്കണ്ടക്ട് എന്ന് പറയുന്നത് ഷുഡ് ബി എന്താ പറയാ അവോയ്ഡഡ്. ഓർഗനൈസേഷനിൽ ഇത്തരം മിസ്കണ്ടക്റ്റുകൾ നമ്മൾ പാടില്ല, ചെയ്യാൻ പാടില്ല. ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് തന്നെ പോകണം. ഈ മിസ്കണ്ടക്ട് നോട്ട് ഓൺലി ഇൻസൈഡ് ദ കമ്പനി ഓർ ഓർഗനൈസേഷൻസ് പ്രമിസസ്, ഇറ്റ് ഓൾസോ ഒക്കേഴ്സ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷന്റെ ഉള്ളിൽ മാത്രമല്ല ഈ അച്ചടക്കമില്ലായ്മ. എന്താണ്, ചില ആളുകൾ ഇത് പുറത്തും കാണിക്കും. പുറത്തെന്ന് പറഞ്ഞാൽ ബിസിനസിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ മര്യാദക്കാരി എന്നുള്ള രീതിയിൽ ഓർഗനൈസേഷനകത്തുള്ള അച്ചടക്കമൊക്കെ പാലിച്ചാൽ മതി. ഇത് ഓർഗനൈസേഷനിലല്ല, പുറത്ത് എനിക്ക് എന്ത് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും എന്താ പറയാ കണ്ടക്ട് ചെയ്യാം, എന്ന് വെച്ചാൽ ബിഹേവ് ചെയ്യാം. അത് ഓർഗനൈസേഷനെ ബാധിക്കാത്തതാണ്. പക്ഷേ ചില നമ്മളുടെ മിസ്കണ്ടക്ട് എന്താണ് പുറത്ത് ചെയ്യുമ്പോഴും അതും ബിസിനസിനെ ബാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഓർഗനൈസേഷൻ്റെതായ ചില കാര്യങ്ങൾ പുറത്തൊക്കെ വല്ല ആളുകളോട് മോശമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് നടക്കുക, ഓക്കെ, അതും ഒരു മിസ്കണ്ടക്ട് ആണ്. ചിലപ്പോൾ നമ്മുടെ ബിസിനസിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടി, സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് വേണ്ടി പല കാര്യങ്ങളും ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ നടക്കുന്നുണ്ട്. ദ വർക്കേഴ്സ് ഓർ ദ എംപ്ലോയീസ് ആർ നോട്ട് എന്താ പറയാ able or capable to disclose everything. അവരുടെ ഇതിനകത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ള ആളുകളോടൊക്കെ പറഞ്ഞു നടക്കുക എന്നുള്ളത് അത്ര നല്ല കാര്യമൊന്നുമല്ല അല്ലെ. അതും ഒരു മിസ്കണ്ടക്ട് തന്നെയാണ്. അപ്പൊ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനിലും ഇൻസൈഡ് ദ ഓർഗനൈസേഷനിലും വർക്കിംഗ് അവേഴ്സിലും അല്ലാതെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മിസ്കണ്ടക്ട് എംപ്ലോയീസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇഫ് എനി ഓഫ് ദ എംപ്ലോയി ഓർ എംപ്ലോയീസ് ആർ സീൻ ഇൻഡിസിപ്ലിൻഡ്, എന്ത് ചെയ്യാണ്, ഇങ്ങനെയുള്ള എംപ്ലോയീസ് ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാം, അവര് വിൽ റിമെയിൻ മാക്സിമം അബ്സെന്റ്. എന്താണ്, ഒരു എന്താ പറയാ ഒരു യാതൊരു കാര്യത്തിലും ഒരു താല്പര്യം ഇല്ലാത്ത പോലെ ഒരു ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് ആ കമ്പനിയിൽ ഇങ്ങനെ നിലകൊള്ളും. എന്നുവെച്ചാൽ ആരും അവരെ പരിഗണിക്കില്ല. കാരണം എന്താ, അവര് ഇൻഡിസിപ്ലിൻഡ് ആണ്. അപ്പൊ മറ്റുള്ളവരൊന്നും ആളോട് ചേരാനായിട്ട് ചിലപ്പോൾ താല്പര്യം കാണിക്കില്ല. അപ്പൊ എപ്പോഴും അവരിങ്ങനെ ഒരു മൂടി, ഒരു ഗ്ലൂമി ഒരു അവസ്ഥയിലായിരിക്കും മിസ്കണ്ടക്ട് ചെയ്യുന്ന എംപ്ലോയീസ്. സോ മാത്രമല്ല, the concentration level of the employees also gradually decrease. It will affect their performance. ഈ ജോലിക്കാര് അല്ലെങ്കിൽ എംപ്ലോയീസ് അവരുടെ എന്താ പറയാ പെർഫോമൻസ് കുറഞ്ഞു വരും.
ഡിസിപ്ലിൻഡ് അല്ലാത്തത് കൊണ്ട് കോൺസെൻട്രേഷൻ കിട്ടില്ല ജോലിയിൽ, ചെയ്യുന്ന ജോലി. ഞാൻ ഡിസിപ്ലിൻഡ് അല്ല, തോന്നിയ പോലെ ഓടിപ്പടഞ്ഞ് ചാടി അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെയാണ് ചെയ്യുന്നത്, കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ എന്താണ്, അങ്ങനെയുള്ളവർക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ല. അവർ ചെയ്യുന്ന ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പെർഫോമൻസ് ഓക്കെ ആക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ എന്താണ് പറയാ, ഓർഗനൈസേഷനിൽ പല രീതിയിലുള്ള ബിഹേവിയറൽ ചേഞ്ചസ് ആണ് എംപ്ലോയീസിൽ കൊണ്ടുവരാം. ഓക്കെ, വേണ്ട തൊടുന്നതിനും പിടിക്കുന്നതിനൊക്കെ എപ്പോഴും കമ്പനീനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ എക്സാമ്പിൾ പറഞ്ഞത് ഹി ഓർ ഷീ സ്റ്റാർട്ട്സ് ബോതറിംഗ് ദ അതോറിറ്റി ഫോർ ഓവർ ടൈം അലവൻസസ്. അതൊരു എക്സാമ്പിൾ ആണ്. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഞാൻ കൂടുതൽ സമയം ജോലി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊക്കെ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഇൻഡിസിപ്ലിന്റെ ഒരു സിംറ്റം ആണ്, ഒരു രോഗലക്ഷണമാണ്. പെർഫോമൻസ് കുറയുക, മാത്രമല്ല എംപ്ലോയിയുടെ കോൺസെൻട്രേഷൻ ലെവൽ കുറയുക, ഇതൊക്കെ ഇൻഡിസിപ്ലിന്റെ ചില സിംറ്റംസ് ആണ്, ലക്ഷണങ്ങളാണ് അല്ലെ. നമുക്ക് ചില രോഗം വരുമ്പോൾ ചില രോഗലക്ഷണങ്ങൾ ഉണ്ടാവില്ലേ, അതുപോലെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിൽ കാണുന്ന ചില ലക്ഷണങ്ങളാണ്. ഏതൊക്കെയാണ് അവരുടെ ലക്ഷണങ്ങൾ? കോൺസെൻട്രേഷൻ ലെവൽ റെഡ്യൂസ് ചെയ്യുന്നത്, പെർഫോമൻസ് ലെവൽ കുറയുന്നത്, അതോടൊപ്പം തന്നെ അവര് എന്ത് ചെയ്യുന്നു, മാനേജ്മെന്റിനെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല കാര്യത്തിലും. ഇതൊക്കെ മിസ്കണ്ടക്ടിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, സോ അണ്ടർലൈൻ ചെയ്യാം നമ്മൾ പറയുന്ന സെന്റൻസ്. ഒന്നാമത്തെ സെന്റൻസ് നമ്മൾ വേഗം അണ്ടർലൈൻ ചെയ്തോട്ടാ. ഫസ്റ്റ് സെന്റൻസ് എന്താണ് മിസ്കണ്ടക്ട് എന്ന് പറഞ്ഞേക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത സെന്റൻസും ദിസ് നോട്ട് ഓൺലി അഡ്വേഴ്സ്ലി അഫക്ട്. ആ ദിസ് എന്ന് പറഞ്ഞാൽ മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ ആണ് കേട്ടാ, അങ്ങനെ ചേർത്ത് വായിക്കണം. സെക്കൻഡ് സെന്റൻസ് കരിയർ ഗ്രോത്ത് വരെ അണ്ടർലൈൻ ചെയ്യാം. ആ രണ്ട് സെന്റൻസുമാണ് ഇമ്പോർട്ടന്റ്. ആ രണ്ടാമത്തെ സെന്റൻസിൽ നിങ്ങൾ മറക്കരുത്, ദിസ് നോട്ട് ഓൺലി അഡ്വേഴ്സ്ലി അഫക്ട് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദ എംപ്ലോയി എന്നല്ല വായിക്കേണ്ടത്. ദിസ് മാറ്റി അവിടെ മിസ്കണ്ടക്ട് ചേർത്ത് വായിച്ചു വേണം പഠിക്കാനായിട്ട്. മനസ്സിലായോ പറഞ്ഞത് എന്താന്ന്? ദിസ് എന്ന് ചേർത്ത് വായിക്കരുതെന്ന്. ഓക്കെ, യെസ്. Then let's see which are the acts of indiscipline or misconduct. ഈ മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിന്റെ ചില പ്രവർത്തികൾ എന്തൊക്കെയാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജനറലി നമ്മൾ കാണുന്ന ചില ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. ലെറ്റ്സ് സീ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്ലോയിങ് ഡൗൺ ദ പെർഫോമൻസ് വില്ലിംഗ്ലി. എന്ത് ചെയ്യുന്ന ജോലി അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ പതിയെ ഇഴഞ്ഞ് നീങ്ങി അതായത് വർക്ക് പെർഫോമൻസ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. പറയുന്നത് എങ്ങനെയാ, എന്തെങ്കിലും വേറെ കാര്യങ്ങൾ കൊണ്ടല്ല, മനഃപൂർവ്വം. അത് ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് അങ്ങനെ സംഭവിച്ചു പോകും. കാരണം എന്താ, നമ്മള് ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഏത് ബിസിനസ് ഓർഗനൈസേഷനിൽ വരെ വർക്കിംഗ്, ഐ ഹാവ് സം ഒബ്ജക്റ്റീവ്സ്, സം ഗോൾസ്. എനിക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, മൈ പേഴ്സണൽ ഗ്രോത്ത്, എന്റെ വ്യക്തിപരമായിട്ടുള്ള വളർച്ച. പിന്നെ എന്റെ എന്താ പറയാ, കരിയർ ഗ്രോത്ത്, എന്റെ ജോലി സംബന്ധമായിട്ടുള്ള വളർച്ച. ഈ പൊസിഷനിൽ ഞാൻ ഇനി വേറെ പൊസിഷനിലേക്ക് ഇംപ്രൂവ്ഡ് ആകണം, അങ്ങനെ കേട്ടോ. ഇങ്ങനത്തെ അല്ല, ചില ബിസിനസ് ഓർഗനൈസേഷനിൽ പ്രൊമോഷൻസ് കിട്ടി ടോപ്പ് ലെവൽ വരെയൊക്കെ എത്തും. ഓക്കെ, അങ്ങനെ. അപ്പൊ കരിയർ ഗ്രോത്ത് ഞാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. പിന്നെന്താ, ഐ ഹാവ് ടു ബി കൺസിഡേർഡ് ആസ് എ സോഷ്യൽ ബീയിങ് ഇൻ ദ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ എനിക്കൊരു സ്റ്റേറ്റസ്, ഒരു ജോലിക്കാരി, ഇന്ന ജോലി ചെയ്യുന്ന അതൊരു ശരിക്കും പറഞ്ഞ ഒരു പദവി തന്നെയാണ് അല്ലെ. അങ്ങനെ ചില ലക്ഷ്യങ്ങളുണ്ട്. ആഫ്റ്റർ ഓൾ ഇതിനെല്ലാം പുറമെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താ? നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതും എന്റെ ലക്ഷ്യം തന്നെയാണ് അല്ലെ. അപ്പൊ ഓർഗനൈസേഷനോടൊപ്പം ഒന്ന് പ്രവർത്തിക്കണ്ടേ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണ്ടേ. ഇത് ഫോളോ ചെയ്യാണ്ട് ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ഓരോ എംപ്ലോയീസും അവരുടെ ഇൻഡിസിപ്ലിൻ, മിസ്കണ്ടക്ടിന്റെ ചില ആക്ടിവിറ്റീസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്, അറിഞ്ഞുകൊണ്ട് തന്നെ പെർഫോമൻസ് ലെവൽ അങ്ങോട്ട് സ്ലോ ചെയ്യുക. എന്തിന് ഞാൻ ഈ കിടന്ന് ഇതാക്കണം, എനിക്ക് പറ്റില്ല. കാരണം എന്താ, ഞാൻ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയി അല്ലാതെ വരുമ്പോഴാണ് എനിക്ക് അങ്ങനത്തെ ചിന്ത വരിക. അല്ലാന്നുണ്ടെങ്കിലോ, ഇഫ് ഐ എം ഡിസിപ്ലിൻഡ് എംപ്ലോയി, എന്താണ്, ഞാൻ എന്റെ ഓർഗനൈസേഷൻ ആണെന്നുള്ള രീതിയിൽ ഞാൻ ജോലി ചെയ്യും. ഇത് എന്റേതാണ് എന്ന് മനസ്സിലാക്കി ഞാൻ ജോലി ചെയ്യും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, കുറെ ഇഫക്റ്റീവായിട്ട് ചെയ്യും. എന്റേതെന്ന് തോന്നി ചെയ്താൽ നമ്മൾ വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യും. എന്റെ ആണല്ലോ, അതുകൊണ്ട് അല്ലെ. അങ്ങനെയല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏത് കാര്യത്തിലെടുത്താലും നമ്മുടേതാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിന് കുറെ പെർഫെക്ഷൻ കൊണ്ടുവരാൻ സാധിക്കും അല്ലെ. അത് തന്നെയാണ് വർക്ക് പെർഫോമൻസിലും. സെക്കൻഡ് വൺ, ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? Then willingly disobeying, whether individually or in group, any lawful or important order of the boss. നമ്മുടെ ഓർഗനൈസേഷനിലെ ബോസ് എന്ന് പറയുന്ന മാനേജർ. ഓക്കെ, മാനേജർ കൊണ്ടുവരുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഓർഡേഴ്സ് അല്ലെങ്കിൽ ചില നിയമങ്ങൾ ഒക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഗ്രൂപ്പ്
ഒരു എംപ്ലോയിയോ അല്ലെങ്കിൽ അവർ ഗ്രൂപ്പായിട്ടോ വില്ലിംഗ്ലി ഡിസോബേ ചെയ്യുന്നു. വില്ലിംഗ്ലി എന്ന് പറഞ്ഞാൽ എന്താ, അറിഞ്ഞുകൊണ്ട് തന്നെ അത് അനുസരിക്കാതിരിക്കുന്നു. ചില ആൾക്കാരുണ്ട്, ഒരു പുതിയ കാര്യം നമ്മൾ ബിസിനസ് ഓർഗനൈസേഷനിൽ കൊണ്ടുവരാണ്. നെക്സ്റ്റ് ബി ഓൺവേഴ്സ് വി ആർ ഗോയിങ് ടു മേക്ക് സം ചേഞ്ചസ് ഇൻ ദിസ് പോളിസി. ഈ ഒരു കാര്യത്തിൽ നമ്മൾ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ബോസ്, ബിസിനസ് ഓർഗനൈസേഷന്റെ മാനേജേഴ്സ്, ബോസ് നമ്മളെ അറിയിക്കുകയാണ്. അപ്പൊ ചിലപ്പോ ഇപ്പൊ എന്തെങ്കിലും പുതിയ കാര്യം കൊണ്ടുവരുമ്പോ അല്ലെങ്കിൽ എന്ത് കാര്യം നടക്കുമ്പോഴും അതിന് രണ്ട് വശം ഉണ്ടായിരിക്കും അല്ലെ. ചില ആൾക്കാർ ഓക്കെ വെൽ ഡൺ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പോസിറ്റീവായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ചില ആൾക്കാർ എന്ത് ചെയ്യും, അതിനെ അടിച്ചമർത്താൻ നോക്കും അല്ലെ, അതിനെ താഴേക്ക് അടിച്ചമർത്തി നിരുത്സാഹപ്പെടുത്താനും നോക്കും. അങ്ങനെ രണ്ട് പക്ഷം എല്ലാത്തിനും ഉള്ളതാ. അപ്പൊ മാനേജ്മെന്റ് കൊണ്ടുവരുന്ന ചില നിയമങ്ങള്, ചില രീതികള് എന്നും ട്രഡീഷണൽ രീതിയിൽ തന്നെ ഫോളോ ചെയ്താൽ എന്തെങ്കിലും ഇതുണ്ടോ? നമ്മൾ നാടോടുമ്പോ നടുവേ ഓടണം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? നാടോടുമ്പോ നടുവേ ഓടണം എന്ന് കേട്ടിട്ടില്ലേ നമ്മള്? എന്താ അതിന്റെ അർത്ഥം? അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് വി ഓൾസോ ഹാവ് ടു ചേഞ്ച്. ചേഞ്ചസ് വരുന്നതനുസരിച്ച്, ഇക്കോണമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ മാറണം. പഴയ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന മനുഷ്യരുടെ രീതിയല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മളായിരിക്കുന്ന ആ ഒരു ജനറേഷനില്, നമ്മളായിരിക്കുന്ന ഇക്കോണമിയില് വാട്ട് എവർ ചേഞ്ചസ് ആർ ഒക്കറിങ്, എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുവോ ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് കാലത്ത് നമ്മൾ ജനിച്ചു വീണപ്പോ നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല മൊബൈൽ ഫോണുകള്. നമ്മൾ ഈ ലേറ്റസ്റ്റ് ഏറ്റവും അടുത്ത കാലഘട്ടങ്ങളിലെ മൊബൈൽ ഫോൺ ഇത്രയധികം യൂസ് ചെയ്യാൻ തുടങ്ങിയേക്കണേ അല്ലെ. ജനിച്ചു വീണപ്പോ ഇതുകൊണ്ടാണോ നമ്മൾ വന്നത്? അല്ല. എന്നാൽ ഇപ്പൊ ജനിക്കുന്ന കുട്ടികളോ, ഇതുങ്ങൾ ജനിക്കുമ്പോഴേ ഇതുകൊണ്ടാ. ഒത്തിരിയേറെ നിങ്ങൾക്ക് അറിയാണ്ടിരിക്കട്ടെ എന്ന് വെച്ച് ഈ സാധനമൊക്കെ എടുത്ത് വെറുതെ തെളിയിച്ച് വെച്ച് അരികത്തൊക്കെ എടുത്ത് വെച്ച് കൊടുക്കും അല്ലെ, പാട്ടോ വല്ലതൊക്കെ വെച്ച് അത് കിടന്നോളും അല്ലെ. അവിടെ കിടന്ന് കുറച്ചു നേരം അങ്ങനെയൊക്കെ ഒരു ഇത്തിരി സമയമൊക്കെ നമുക്കൊന്ന് എന്തെങ്കിലും കാര്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ്. അപ്പൊ ഇവിടെ ഓർഗനൈസേഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ചില ഗ്രൂപ്പ് ഉണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യില്ല, അതിനെ എന്ത് ചെയ്യാൻ നോക്കും, അതിനെങ്ങനെ എന്താ പറയാ താഴേക്ക് അതിനെ അനുസരിക്കാതെ ആ രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യാതെ ഞങ്ങളത് ഫോളോ ചെയ്യില്ല, ഞങ്ങൾക്ക് ഇത് പറ്റില്ല എന്നുള്ള നെഗറ്റീവ് അടിച്ചു പോകുന്ന ചില ആളുകൾ. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതൊക്കെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളൂ. നെക്സ്റ്റ് വൺ, കണ്ടക്ടിങ് ഫ്രോഡ് വിത്ത് ദ ബിസിനസ് ആൻഡ് ദ പ്രോപ്പർട്ടി ഓഫ് ദ എംപ്ലോയർ. ബിസിനസ്സുകാരുടെ എംപ്ലോയറുടെ ബിസിനസ്സിനോ അല്ലെങ്കിൽ അവിടുത്തെ പ്രോപ്പർട്ടിക്ക്, അവിടുത്തെ വസ്തുവകകൾക്കോ ഏതെങ്കിലും രീതിയിൽ എന്താ പറയാ ചതി, വഞ്ചന, അത് ഉപയോഗിച്ച് എന്തെങ്കിലും ചതിയും വഞ്ചനയൊക്കെ നടത്തുക. ബിസിനസ്സുകാരന്റെ വസ്തുക്കളോ ബിസിനസ്സിനെയോ വഞ്ചിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുക. മനസ്സിലായോ? പല കാര്യങ്ങളും അങ്ങനെ നടക്കുന്നുണ്ട്. ബിസിനസ്സിനെ വഞ്ചിക്കുക, ബിസിനസ്സുകാരനെ വഞ്ചിക്കുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും ബിസിനസ് ഓർഗനൈസേഷനിൽ നടക്കുന്നത്. ചില എംപ്ലോയീസ് എല്ലാവരും അങ്ങനെ ചെയ്യുന്നു എന്നല്ല കേട്ടോ. There may be some employees or employee. ചിലപ്പോൾ ഒരാളായിരിക്കാം, ഒന്നിലധികം എംപ്ലോയീസും ഇതുപോലെയുള്ള കൂട്ടുകാരായിട്ടൊക്കെ നിന്നിട്ട് പല കാര്യങ്ങളും ഇതുപോലെ മിസ്കണ്ടക്ട് ചെയ്യാറുണ്ട്. അതും ഒരുതരം ഇൻഡിസിപ്ലിൻ ആക്ടിവിറ്റിയാണ്. ഓക്കെ. അറൈവിംഗ് ലേറ്റ് ഫ്രീക്വന്റ്ലി അറ്റ് ദ ഓഫീസ്, അതൊരു എന്താ പറയാ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. മിക്കവാറും എല്ലാ ദിവസവും ലേറ്റ് ആയിട്ട് ഓഫീസിൽ എത്തിച്ചേരുക അത് മിസ്കണ്ടക്ട് ആണ്. കാരണം ഒരു റൂൾ ഉണ്ട്, ഇന്ന സമയത്താണ് ഈ ജോലിക്ക് എത്തേണ്ടത്. ആ എത്തേണ്ട ദിവസം അല്ല സമയം മാറ്റിയിട്ട് 9:30 എത്തണം എന്ന് പറയുമ്പോ 9:35, 40, 45 അല്ല 5 മിനിറ്റ് അല്ലേ വൈകിയുള്ളൂ. ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. 5 മിനിറ്റ് എന്ന് പറയുന്നതിന് ചിലർക്ക് വാല്യൂ ഇല്ലായിരിക്കാം, പക്ഷെ ചില സമയത്ത് 5 മിനിറ്റ് അല്ല, ഒരു നിമിഷത്തിന് വരെ നമുക്ക് വാല്യൂ ഉണ്ട്. ഇല്ലേ? ഒരു നിമിഷത്തിന് വരെ വാല്യൂ ഉണ്ടാകുന്ന സമയമില്ലേ? ഇല്ലേ? നിങ്ങൾക്കൊന്നുമില്ല? അങ്ങനില്ല. ഉറങ്ങാണോ? ഹലോ, ആരുടെയും റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. വെച്ചിട്ട് പോയാ എല്ലാവരും ഓക്കെ. അപ്പൊ എന്താണ്, ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് അല്ലെ. മിക്ക സ്ഥാപനങ്ങളിലും വരുന്നതാണ്. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ഞാൻ നേരം വൈകി വരും. ഇത് ചില എംപ്ലോയീസ് ഉണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ. ഒരു ദിവസം വന്നു, പിറ്റേ ദിവസം വന്നു, 2 ദിവസം കഴിയുമ്പോൾ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ചീത്ത എടുക്കും. അപ്പൊ ചിലപ്പോൾ 2 ദിവസം മര്യാദയ്ക്ക് വരും, നേരത്തെ വരും, പിന്നെ വീണ്ടും തദൈവ പഴയതുപോലെ തന്നെ. അപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് ജോലി സ്ഥലത്ത് എന്താ പറയാ സമയം തെറ്റിയെത്തുന്നത് അതും ഒരു ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. Frequent absence from the duty without giving leave application or information, or being absent since a long time without any genuine reason. ഇനി എന്താ, ചില ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ലീവ് ആപ്ലിക്കേഷൻ ഒന്നും കൊടുക്കാണ്ട് ലീവ് എടുക്കുക.
ചിലപ്പോൾ നമുക്കറിയാം നാളെ ഇപ്പൊ ഞാൻ ലീവ് ആണ് എങ്കിൽ നമ്മൾ തലേ ദിവസം അറിയാവുന്ന ഒരു ലീവ് ആണെങ്കിൽ വി ഹാവ് ടു സബ്മിറ്റ് ലീവ് ആപ്ലിക്കേഷൻ. നമ്മൾ നാളെ 2 ദിവസത്തേക്ക് ലീവ് ആയിരിക്കും കേട്ടോ. ലീവ് ആപ്ലിക്കേഷൻ നമ്മൾ റിട്ടേൺ ഹാൻഡ് ആയിട്ടോ. ഇപ്പൊ ഒരുപാട് വേറെ മീഡിയാസ് ഒക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഇങ്ങനെ എന്താ പറയാ വാട്സപ്പ് വഴിയൊക്കെ ലീവ് ലെറ്റർ സെൻഡ് ചെയ്യാം, വോയിസ് മെസ്സേജസ് ആയിട്ട് ഇടാം, പല രീതിയിൽ കൊടുക്കാം. പക്ഷെ ചില എംപ്ലോയീസ് ഉണ്ട് ഇതൊന്നും ഇൻഫോം ചെയ്യാതെ എന്ത് ചെയ്യുന്നു, ലീവ് എടുക്കുന്നത്. ഇനി മാത്രമല്ല അത് ലീവ് എടുക്കുന്നത് ചിലപ്പോ കുറച്ചധികം ദിവസത്തേക്ക്, കുറച്ച് ദിവസങ്ങളോളം ലീവ് എടുക്കും, അതും ഇൻഫോം ചെയ്തിട്ടില്ല. അതൊക്കെ ഒരു ജെന്യുവൻ റീസൺ ഇല്ലാതെ ലീവ് എടുക്കുക. എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് നമുക്ക് സൗകര്യങ്ങളുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഈ റിട്ടേൺ ലീവ് ആപ്ലിക്കേഷൻ തന്നെ ഇത് കൊണ്ടുപോയൊക്കെ കൊടുക്കണം. ഇന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു വോയിസ് മെസ്സേജസ് ആയിട്ടോ ഒഫീഷ്യലി ആണെങ്കിൽ അതിന്റെ സൈറ്റിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്തോ നമുക്ക് മെയിൽ വഴിയൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇന്നുണ്ട് അല്ലെ. എത്ര ബുദ്ധിമുട്ടുള്ള രീതിയിൽ നമുക്ക് എന്താ പറയാ ലീവ് എടുക്കേണ്ടി വന്നാലും നമുക്ക് 2-3 ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്കൊക്കെ എടുക്കാൻ അതിനൊരു കാരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എഴുതി സബ്മിറ്റ് ചെയ്യുക. അതല്ലാതെ ഇതൊന്നും പറയാതെയും കേൾക്കാതെയൊക്കെ എന്ത് ചെയ്യുക, ലീവ് എടുക്കുക. അതും ലോങ് ലീവ് ഒക്കെ ജെന്യുവൻ റീസൺ ഇല്ലാതെ എടുക്കുക. ഇതൊക്കെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ്. എന്നാൽ ഇത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിലോ they will give or submit the leave application. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു OPD ഉണ്ട്. മാനേജ്മെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പെട്ടതാണ്. നമ്മൾ ലീവ് ആണെങ്കിൽ ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കണം. സോ നമ്മൾ അത് ആ റൂള് ഒബേ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അതല്ലാതെ നമ്മൾ ലീവ് എടുക്കരുത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഡൾജിങ് ഇൻ കറപ്റ്റ് പ്രാക്ടീസസ് ലൈക്ക് റിസീവിംഗ് ഓർ ഓഫറിംഗ് ബ്രൈബ്സ്. എന്താ അത്? അതായത് കോഴ കൊടുക്കുക, വാങ്ങുക എന്നുള്ള എന്താ പറയാ കറപ്ഷൻ പ്രാക്ടീസസ്, അഴിമതി കാര്യങ്ങൾ ചെയ്യുക. എന്താ കോഴ എന്ന് കേട്ടിട്ടില്ലേ? മറ്റുള്ളവരെ സ്വാധീനിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് കൈക്കൂലി, കോഴ എന്നൊക്കെ. ഓഫറിംഗ് ബ്രൈബ് കേട്ടിട്ടുണ്ട്? അങ്ങനത്തെ ബ്രൈബ് എന്ന് പറഞ്ഞാൽ അറിയാലോ. നിങ്ങൾക്ക് ഉറങ്ങിപ്പോകരുത്. എനിക്ക് തോന്നുന്നു എന്റെ ഈ സൗണ്ട് കേട്ടത് നിങ്ങൾ എങ്ങനെ ഉറങ്ങുന്നു എന്നുള്ളതും എനിക്ക് സംശയമുണ്ട്. ഉറങ്ങണ്ടോ? ആരും റിപ്ലൈ ഒന്നും കൊടുക്കാനല്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ ഒരു തമ്പക്കിട്. ഓക്കെ, അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ കോഴ കൊടുക്കുക, വാങ്ങുക എന്നുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ഇതൊക്കെ എന്താ പറയാ ചിലപ്പോ എന്തെങ്കിലും ഒരു കാര്യസാധനത്തിന് വേണ്ടി നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ആ കാര്യത്തിന് വേണ്ടി ഒരാൾ വരുന്നു. അപ്പൊ നമ്മൾ ഇന്ന കാര്യം ചെയ്യാനില്ല. അപ്പൊ അവര് നമുക്ക് അയ്യോ എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് കസ്റ്റമറിനെ സ്വാധീനിക്കുകയാണ്. അപ്പൊ കസ്റ്റമർ അത് എന്തെങ്കിലും ചെയ്ത് അതെ ഇതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആരും അറിയാതെ മറ്റാരും കാണാതെ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുമോ അത് ചെയ്യാനായിട്ട് ഒന്ന് വേഗം ശരിയാക്കി തരണം എന്നൊക്കെ പറയുന്ന സമയത്ത് അത് വാങ്ങിക്കുക. അതിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം എന്താ, കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ സാലറി കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ വാങ്ങിക്കുന്നത് അത് ലോഫുള്ളി അത് തെറ്റാണ് അല്ലെ, നിയമപരമായി തെറ്റായ കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. അതും ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എന്താ പറയാ എംപ്ലോയീസ് ആണെങ്കിൽ അതൊക്കെ ചെയ്യുള്ളൂ, അല്ലാത്തവരൊന്നും ചെയ്യില്ല. ഓക്കെ, then intentionally damaging the company's goods and properties. കമ്പനിയുടെ ഇതായ വസ്തുക്കളും സ്വത്തുക്കളും ഒക്കെ നശിപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുക. ചില്ലുടയ്ക്കുക, അടിച്ചു പൊട്ടിക്കുക, വാഹനത്തിൽ കല്ലെറിയുക, ബിസിനസ് ഓർഗനൈസേഷന്റെ ചില എംപ്ലോയർക്കോ മനുഷ്യന്മാരോടുള്ള ദേഷ്യം മുഴുവനും അവിടുത്തെ വസ്തുവകകളിൽ തീർക്കുക. ചില ആൾക്കാർ അങ്ങനെയാണ് അല്ലെ. ചിലപ്പോൾ മാനേജ്മെന്റിന്റെ നേരെ എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു അസംതൃപ്തി ഉണ്ട്, അവരോട് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി കുറവൊക്കെ വരിക. അങ്ങനെ വന്നു കഴിയുമ്പോ ഇത് ചെയ്തു തീർക്കുന്നത് മനുഷ്യന്മാരോടല്ല, ഇവരുടെ വസ്തുക്കളിലായിരിക്കാം. അപ്പൊ അതിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതും ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു പ്രവൃത്തിയാണ്. അണ്ടർഗോയിങ് എനി വർക്ക് സ്ട്രൈക്ക് ആൻഡ് ഫോഴ്സിങ് അതേഴ്സ് ടു സ്ട്രൈക്ക് ഓൺ ദ ബ്രീച്ച് ഓഫ് എനി ലോ. അവിടെ ബ്രീച്ച് എന്നാണ് കേട്ടോ, BEACH എന്നാണ് കിടക്കുന്നത്. ഒരു BR ആക്കി മാറ്റുക. അതാണ് B കഴിഞ്ഞിട്ട് ഒരു R കൂടി ഉണ്ട്. ബ്രീച്ച് ഓഫ് എനി ലോ കേട്ടോ. ബ്രീച്ച് ഓഫ് എനി ലോ എന്ന്, ബ്രീച്ച് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എന്താ, നിയമം ലംഘിക്കുക എന്ന് തന്നെയാണ് കേട്ടോ. അതായത് ചില ആളുകളുണ്ട് ഓർഗനൈസേഷനിൽ എന്തെങ്കിലും കാര്യം വരുമ്പോഴേക്കും അപ്പോഴേക്കും ആളുകളെയൊക്കെ കൂട്ടുപിടിച്ച് സമരത്തിൽ പോകുക. ഈ നിയമം നമുക്ക് പാലിക്കേണ്ടെന്ന് പറഞ്ഞ് സമരം ചെയ്യുക. ഓക്കെ, ആ സമരം ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചും സ്വന്തമായിട്ട് സമരം ചെയ്യുക. ഒറ്റയ്ക്ക് ഒരാൾ പോയി സമരം ചെയ്യില്ല. അപ്പൊ കൂട്ടിന് ആൾക്കാരെ പിടിക്കും. അപ്പൊ മറ്റുള്ളവരെയും കൂടിയും ഫോഴ്സ് ചെയ്ത് സ്ട്രൈക്കിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള നിയമ ലംഘനങ്ങൾ നടത്തുന്നതും ഒരു ഇൻഡിസിപ്ലിൻ ആക്ടിവിറ്റി തന്നെയാണ്. Continuously repeating any action or carelessness as a result of which can be imposed, fine can be imposed. അതായത് നിരന്തരം എന്തെങ്കിലും ഒരു പറ്റാത്ത കാര്യം, ചെയ്യേണ്ടാത്ത കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുക, കെയർലെസ് ആകുക അല്ലെ,
ശ്രദ്ധിക്കാതെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. ആ ചെയ്ത് അവസാനം എന്താ പറയാ കുറെ പ്രാവശ്യമൊക്കെ നമുക്ക് വാണിംഗ് തന്നു, അത് ചെയ്യലേ എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്ത് വരുമ്പോ ചിലപ്പോൾ ബിസിനസ്സുകാരെ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു, നമ്മളിൽ അതൊരു ഫൈൻ പോലെ നമ്മളിൽ നിന്ന് പിഴ ഈടാക്കുന്നതിലേക്ക് നയിക്കുന്ന രീതിയിൽ വരെ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായി? ചില ആൾക്കാർ ഒന്നും രണ്ടൊന്നും പറഞ്ഞാലൊന്നും ശരിയാവില്ല. അപ്പൊ ഇതിന് ഒരു ഫൈൻ. കാരണം എല്ലാ ദിവസവും പറയുന്നു നേരം ലേറ്റ് ആണല്ലോ, ഇന്നലെയും വൈകി വന്നു, നാളെയും വൈകി വരും, പിറ്റേ ദിവസവും. അപ്പൊ ഇങ്ങനെ കുറെ ദിവസം ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, മാനേജ്മെന്റ് ഒരു ആക്ഷൻ എടുക്കും. ഇനി വൈകി വന്നാൽ നിങ്ങൾക്ക് ഫൈനാണ്, അത് ഏതെങ്കിലും രീതിയിലുള്ള ഫൈൻ പെനാൽറ്റി ആയിട്ടൊക്കെ ഈടാക്കുക. മനസ്സിലായോ? Then refusal to work on a job or machinery. ഏതെങ്കിലും പർട്ടിക്കുലർ ജോലി കൊടുക്കുമ്പോൾ അത് ഞാൻ ചെയ്യില്ല, ആ മെഷീനറി എനിക്ക് പറ്റില്ല, ആ ഉപയോഗിച്ചിട്ടുള്ള ജോലി എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചില ഡിമാൻഡുകൾ അങ്ങനെ നിരസിക്കുക, എനിക്ക് പറ്റില്ല, അങ്ങനത്തെ ചില റിഫ്യൂസൽസ് ചില ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ചെയ്യും. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ, they will be okay to do any work, they will be okay to do with any machinery. ഏത് ജോലിയും എന്ത് മെഷീൻസ് ഉപയോഗിച്ച് കൊടുത്താലും ചെയ്യാൻ അവർ ഓക്കെയാണ് ഡിസിപ്ലിൻഡ് ആണെങ്കിൽ. പക്ഷെ ഇൻഡിസിപ്ലിൻഡ് ആയവര് അത് റെഫ്യൂസ് ചെയ്യും, എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെയാണ്. ഓക്കെ. Then habitual breaking of any rule of legislation which is applicable in the establishment or rule made under. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെതായ ചില നിയമങ്ങൾ, അതല്ലാതെ ഓർഗനൈസേഷന് മാത്രമല്ല സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് സ്റ്റേറ്റിന്റെ ഒരു ലെജിസ്ലേഷൻ റൂളാണ് എന്ന് വെച്ചാൽ പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റൂള് മൊത്തത്തിലുള്ളതാണ്. അത് ദേശം മുഴുവനും പാലിക്കേണ്ടതായിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് പാലിക്കേണ്ട ചില നിയമങ്ങൾ എംപ്ലോയീസ് അവരുടെ ഓർഗനൈസേഷനും ആ ഒരു നിയമമുണ്ട്, അത് പാലിക്കാതിരിക്കുക, അത് എപ്പോഴും ലംഘിക്കുക, ബ്രേക്ക് ചെയ്യുക, അതും ഒരു ഇൻഡിസിപ്ലിൻ ആക്ടിവിറ്റിയാണ്. willfully destroying or altering companies records. കമ്പനികളുടെ പ്രധാനപ്പെട്ട റെക്കോർഡുകൾ, പ്രധാനപ്പെട്ടത് തന്നെയുള്ള എന്തെങ്കിലും റെക്കോർഡുകളെ നശിപ്പിക്കുക അല്ലെങ്കിൽ അത് മാറ്റം വരുത്തുക, തിരുത്തുക. പണ്ടൊക്കെ എല്ലാ റെക്കോർഡുകളും ഇങ്ങനെ ബുക്കുകളിൽ ഇങ്ങനെ തടിച്ച പുസ്തകങ്ങളിലാണ് പല കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുമെന്നറിയോ, പല ആളുകളും ഇതിനകത്ത് പോയിട്ട് തിരുത്തലുകൾ നടത്തും അല്ലെ. കണക്ക് പുസ്തകങ്ങളായിക്കോട്ടെ മറ്റേതെങ്കിലും പുസ്തകങ്ങളിലൊക്കെ തിരുത്തലുകളൊക്കെ എംപ്ലോയീസ് ഒക്കെ പല അഴിമതി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇന്ന് ഇതൊക്കെ നമുക്കറിയാം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൽ കുഞ്ഞു ഫയലിൽ സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷെ എങ്കിലും അവിടെയും പാസ്വേഡ് വെച്ച് നമ്മൾ ഹൈഡ് ചെയ്യുമെങ്കിലും അതുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കിയെടുത്ത് പാസ്വേഡ് ഒക്കെ ഓപ്പൺ ചെയ്ത് അതിലും തിരുത്തലുകൾ വരുത്തുന്ന നല്ല ബുദ്ധിയും വിവേകവും ഇന്റലിജൻസും ഒക്കെ ഉള്ള എംപ്ലോയീസും ഉണ്ട്. അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുത്തുക, കമ്പനി റെക്കോർഡ്സിൽ മാറ്റങ്ങൾ വരുത്തുക, കമ്പനി റെക്കോർഡുകളെ നശിപ്പിക്കുക, അതും ഇൻഡിസിപ്ലിൻ ആക്ടിവിറ്റിയാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇത്രയും പോയിന്റ്സ് 12 പോയിന്റ് ഉണ്ട് കേട്ടോ. 12 ആക്ടിവിറ്റീസ് ഇൻഡിസിപ്ലിനിൽ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില ആക്ടിവിറ്റീസ് ആണ്. ഇതിനപ്പുറവും കുറെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ട്സ് നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ജസ്റ്റ് ഒന്ന് എല്ലാം അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ അറ്റം വരെ നീണ്ട സെന്റൻസ് ഒന്ന് പഠിക്കുക, അതിന് നമ്മൾ ഷോർട്ടാക്കി എന്താണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സുകൾ ചേർത്തൊരു ഫ്രേസ് ആക്കി മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കാം. ഓക്കെ. ആക്ട്സ് ഓഫ് ഇൻഡിസിപ്ലിനിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. Then now we are going to the causes of indiscipline or misconduct. ഇനി എന്താണ് ഇതിന് കാരണം? ഈ ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ മിസ്കണ്ടക്റ്റിന് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ? വെറുതെ അങ്ങോട്ട് ഇൻഡിസിപ്ലിൻ ആകുമോ എംപ്ലോയീസ്? വെറുതെ അങ്ങോട്ട് ഇൻഡിസിപ്ലിൻ ആകുന്ന എംപ്ലോയീസ് ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ചില ആളുകളുടെ ഭയങ്കര വലിയ സ്വപ്നമാണ് അല്ലെ. എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാകുക എന്നുള്ളത് അത് നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ച് ഏൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് തോന്നിയ മാസം പോലെ നടക്കാൻ പറ്റില്ല. സോ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. എന്നാൽ there will be some reasons for the cause of such indiscipline. ഇത്തരം ഇൻഡിസിപ്ലിന് ചില കാരണങ്ങൾ കൂടി ഉണ്ടാകാമായിരിക്കാം. പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മിസ്കണ്ടക്റ്റിനുള്ള കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. സ്റ്റിഫ് ആൻഡ് കൺവെൻഷണൽ പ്രാക്ടീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ചില ഓർഗനൈസേഷൻസ് ഉണ്ട് എന്താണെന്നറിയോ, ഒരു ഭയങ്കര സ്റ്റിഫ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ എന്താ, ഒരു ഫ്ലെക്സിബിൾ അല്ലാത്ത ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ ചില നിർബന്ധ ബുദ്ധിയോടെ ചില കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓർഗനൈസേഷനിൽ ചില പോളിസീസ് കൊണ്ടുവരിക. അതായത് എന്താ പറയാ ചില ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പഴയ കുറെ നാളുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ചില നിയമങ്ങള്, ട്രഡീഷണൽ ആയിട്ടുള്ള ചില രീതികളൊക്കെ കമ്പനി ഫോളോ ചെയ്യുക. എന്നിട്ട് അത് എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ എംപ്ലോയീസിനെ പ്രേരിപ്പിക്കുക. സോ ദാറ്റ് എംപ്ലോയീസ് പക്ഷെ
അതൊക്കെ ചെയ്യാനായിട്ട് അവര് താല്പര്യപ്പെടുന്നില്ല. പഴഞ്ചൻ രീതി അഡോപ്റ്റ് ചെയ്യുന്ന ചില ഓർഗനൈസേഷൻസ് ട്രഡീഷണൽ ആയിട്ട് പണ്ട് രീതിയിൽ, ഇതൊക്കെ പണ്ടത്തെ രീതിയിലേക്ക് എന്തിനാ നമ്മൾ ഇത് ഇപ്പൊ ചെയ്യുന്നത്, ഇപ്പൊ ഒക്കെ കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതി ഉപയോഗിച്ച് ചെയ്യണ്ടേ എന്ന് എംപ്ലോയീസിന്റെ കയ്യിൽ തോന്നൽ വരും. അവരത് ഫോളോ ചെയ്യാനായിട്ട് മടിക്കും, അവരത് ചെയ്യാൻ ആഗ്രഹിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ഇൻഡിസിപ്ലിൻ ആണ്. അതായത് അതൊരു ഇൻഡിസിപ്ലിനിലേക്ക് നയിക്കുന്ന ഒരു കാരണമാണ്. അപ്പൊ അവരെന്ത് ചെയ്താൽ മതി, ഓർഗനൈസേഷൻ അത്തരം പഴഞ്ചൻ രീതികൾ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ആ രീതികളൊക്കെ അഡോപ്റ്റ് ചെയ്യാതെ കുറച്ചുകൂടി എന്താ പറയാ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ നമുക്ക് പുതിയ പുതിയ നിയമങ്ങൾ പോളിസീസ് കൊണ്ടുവരികയാണെങ്കിൽ അത് എംപ്ലോയീസ് ചിലപ്പോൾ ഫോളോ ചെയ്യും. പക്ഷെ ഇത്തരം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ചില രീതികളാണ് കമ്പനി കൊണ്ടുവരുന്നതെങ്കിൽ എംപ്ലോയീസ് മേ ഇൻഡൾജ് ഇൻ ഇൻഡിസിപ്ലിൻ ചെയ്യാനാണെങ്കിൽ മിസ്കണ്ടക്റ്റിലേക്ക് അവർ നയിക്കും. ഒരു ഉദാഹരണം പറയുന്നത്, എ സ്റ്റേബിൾ ആൻഡ് ഇൻഫ്ലെക്സിബിൾ ജോബ് ഷെഡ്യൂൾ ഓർ വർക്ക് ടൈം ടേബിൾ മേ ലീഡ് ടു വയലേഷൻ ഓഫ് ദ ടൈം ടേബിൾ ഓർ ഷെഡ്യൂൾ. അതായത് ഒരു കൃത്യതയില്ലാത്ത ടൈം ടേബിൾ കൊണ്ടുവരിക, വർക്ക് ഷെഡ്യൂൾ എപ്പോഴെപ്പോഴും മാറ്റിയും മറിച്ചും കൊടുക്കുക. നാളെ നീ ഇത്ര സമയം തുടങ്ങി ഇത്ര സമയം വരെ ജോലി ചെയ്യും, അടുത്ത ദിവസം നീ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ജോലി ചെയ്യും. കണ്ടോ, ഒരു ടൈം ടേബിൾ കറക്റ്റ് അല്ലാതെ സ്കെഡ്യൂൾ ഇങ്ങനെ വർക്ക് സ്കെഡ്യൂൾ ഇങ്ങനെ മാറ്റി മറിച്ച് എപ്പോഴും മാറ്റി മറിക്കുക. ഒരു സ്ഥിരതയില്ല, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടൈം ഇല്ലാതെ ഇങ്ങനെ പറയുമ്പോൾ എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു മുറുകുറുപ്പ്, അയ്യോ എന്താണിത് ഇങ്ങനെ എപ്പോഴും. അപ്പൊ അവർക്ക് അത് എന്താ പറയാ വയലേറ്റ് ചെയ്യാനുള്ളത്. എനിക്ക് പറ്റില്ല, ഇതൊക്കെ എപ്പോഴും തോന്നിയ പോലെയൊക്കെ സമയം മാറ്റുന്ന എന്താ, കണ്ടോ ആ ഒരു ഫീലിംഗ് വരാറുണ്ടാവോ? ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഏകദേശം അതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ മനസ്സിലാകും അല്ലെ, ആ ഒരു കൃത്യതയില്ലാത്ത സമയം ഫോളോ ചെയ്യുന്നു. അതൊരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. എപ്പോഴും ടൈമിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അല്ലാതെയും ചില കാര്യങ്ങളൊക്കെ കമ്പനി എംപ്ലോയീസിനെ എന്താ പറയാ കുറച്ച് അവർക്ക് ഡിഫിക്കൽട്ട് ഫോളോ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള സ്റ്റിഫ് എന്ന് പറഞ്ഞാൽ എന്താ, റിജിഡ്, വളരെ എന്താ പറയാ ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചില പ്രാക്ടീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ may lead the employees to ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട്. ഇങ്ങനെയുള്ള പ്രാക്ടീസസ് കൊണ്ടുവരുമ്പോൾ എംപ്ലോയീസ് തീർച്ചയായിട്ടും ഇൻഡിസിപ്ലിനിലേക്ക് പോകും. ഓക്കെ, അപ്പൊ കോസസിന്റെ ബോൾഡ് ആയിട്ടിരിക്കുന്ന പോയിന്റുകളാണ് ഇമ്പോർട്ടന്റ്, ബോൾഡ് ആയിട്ട് എഴുതിയേക്കുന്നത്. ഉള്ളിലുള്ളത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, മനസ്സിലായ പറഞ്ഞത്? ഞാൻ അതൊന്നും നമ്പർ ഇട്ടേക്കണം, ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്ന പോയിന്റിനെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. അതിന്റെ എക്സ്പ്ലനേഷൻ അവർ 1-2 സെന്റൻസിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം. നെക്സ്റ്റ് വൺ, അൺഫെയർ ട്രീറ്റ്മെന്റ്. ഇനി management, when they are not treating the employees or the employees may feel that they are exploited, it also leads to indiscipline. The employee exploitation, പരമാവധി ഇവരെ ഉപയോഗിച്ച് ജോലി ചെയ്യിപ്പിക്കുക. പക്ഷെ എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ കണക്കിലെടുക്കാതെ ജോലി ചെയ്യുക, അവരെ കൊണ്ട് പരമാവധി ജോലി ചെയ്യിപ്പിക്കുക, അങ്ങനെ പരമാവധി ചൂഷണം ചെയ്യുക, അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് ചൂഷണം ചെയ്യുക, അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാതിരിക്കുക. ജോലിക്ക് അനുസൃതമായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ ബോണസ് അല്ലെങ്കിൽ ചെയ്യുന്ന ജോലി എനിക്കത് ഓക്കെ ആണോ എന്ന് അന്വേഷിക്കാണ്ട് ഞാൻ തന്ന ജോലി നീ എന്തേ ചെയ്തേ മതിയാകൂ എന്നുള്ള രീതിയിൽ അടിച്ചേൽപ്പിക്കുക. അതാണ് അൺഫെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയാ. എന്ന് വെച്ചാൽ അൺഫെയർ എന്ന് പറഞ്ഞാൽ എന്താ, ഈക്വൽ അല്ലാത്ത ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് പരിഗണിക്കാതെ, ചില കാര്യങ്ങൾ പരിഗണിക്കാതെ അൺഈക്വൽ ട്രീറ്റ്മെന്റ് ആയിട്ടൊക്കെ എന്താ പറയാ അവരെ ട്രീറ്റ് ചെയ്യുക എംപ്ലോയീസിനെ. അത് എംപ്ലോയീസിന്റെ മനസ്സിൽ എന്തായിട്ട് കിടക്കും, ഒരു എന്താ പറയാ ഇതുപോലെ കിടക്കും. അതുപോലെ തന്നെ അവര് നല്ല രീതിയിൽ അത് പ്രവർത്തിക്കില്ല, ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറും. നമ്മളെ ചൂഷണം ചെയ്യാണല്ലോ, എന്നാൽ നമ്മളെ കൊണ്ട് ഇത്രയധികം ജോലി ചെയ്യിപ്പിക്കുന്നു, പക്ഷെ നമ്മൾക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ഈസ് നോട്ട് പ്രൊവൈഡിങ്. കണ്ടോ, അല്ലെങ്കിൽ നമ്മൾക്ക് ഞാൻ ഒരു പ്രൊമോഷൻ അർഹിക്കുന്ന ഒരു ജോലിക്കാരനാണ്, എംപ്ലോയിയാണ്, പക്ഷെ ഇതുവരെയായിട്ടും വർഷങ്ങളായി ഞാൻ ഇങ്ങനെ കാത്തിക്കുന്നു, എനിക്ക് ഇപ്പൊ പ്രൊമോഷൻ പക്ഷെ കിട്ടുന്നില്ല. കണ്ടോ, അപ്പൊ നമുക്കൊരു ഫെയർ ട്രീറ്റ്മെന്റ്, നമുക്കൊരു നല്ല രീതിയിൽ നമ്മളെ കൺസിഡർ ചെയ്യുന്നില്ല ഓർഗനൈസേഷനിൽ. അൺഫെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതും നമുക്ക് മിസ്കണ്ടക്റ്റിന്റെ ഒരു കാരണമാണ്, അതിലേക്ക് നയിക്കുന്ന ഒരു പ്രോസസ് ആണ്. ക്ലിയർ ആയോ? അൺഫെയർ ട്രീറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലായോ? Then next one, absence of proper code of conduct. In every organization, the employees have to be follow some code of conduct. അത് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ബിഹേവിയർ കാഴ്ചവെക്കാൻ ഓരോ എംപ്ലോയീസും ഒരു ഓർഗനൈസേഷനിലെ കോഡ് ഓഫ് കോണ്ടാക്ട് ഫോളോ ചെയ്യണം. കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ രീതികൾ, ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഫോളോ ചെയ്യുക, അതാണ് കോഡ് ഓഫ് കോണ്ടാക്ട്. അത് ഇങ്ങനെ ഉണ്ട് അവിടുത്തെ പേഴ്സണൽ പോളിസീസിൽ, തൊഴിൽ നയങ്ങളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കൃത്യമായി ഫോളോ ചെയ്ത് തന്നെ
വേണം ബിസിനസ് ഓർഗനൈസേഷനിൽ മറ്റുള്ളവരുമായിട്ട് സുപ്പീരിയേഴ്സുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കണം. ഈ കോഡ് ഓഫ് കോണ്ടാക്ട് മനസ്സിൽ ഉണ്ടായിരിക്കണം ഓരോ എംപ്ലോയീസിന്റെയും. ഓക്കെ, അത് ഫ്രെയിം ചെയ്യുമ്പോൾ when they are framing this code of conduct, ഇങ്ങനെയുള്ള code of conduct നമ്മുടെ ഓർഗനൈസേഷൻ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അത് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാതെ ആ കോഡ് ഓഫ് കോണ്ടാക്ട് അവർ നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ അത് ഫോൾട്ടി ആയിട്ട് തെറ്റായ കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാക്കാതെ, തെറ്റായ രീതിയിലുള്ള വിവരണങ്ങൾ കൊടുക്കുന്ന രീതിയിലാകാതെ, കൺഫ്യൂഷൻസ് എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാകാതെ, എല്ലാവരും ഒരേ രീതിയിൽ അത് മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും പറ്റുന്ന രീതിയിലുള്ള കോഡ് ഓഫ് കോണ്ടാക്ട് ആയിരിക്കണം രൂപീകരിക്കേണ്ടത്. അതായത് ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു രീതി ഇന്നതാണ് ഈ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എന്താ പറയാ അവരുടെ ലീവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് പറയുന്നു. പക്ഷെ അത് എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ആ കോഡ് ഓഫ് കോണ്ടാക്ട് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ വ്യത്യാസം. ഇപ്പൊ ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെയാ മനസ്സിലായത്, പക്ഷെ മറ്റൊരു എംപ്ലോയി അത് വായിക്കുമ്പോൾ വേറൊരു രീതിയിൽ അവർക്ക് മനസ്സിലാവുന്നത്. ദാറ്റ് മീൻസ് there will be confusion among the employees itself. എംപ്ലോയീസിന്റെ ഇടയിൽ തന്നെ ആശയക്കുഴപ്പമായി, എന്തായിപ്പോ ഇവിടെ ശരി, ഇത് ഏതാണ് തെറ്റ്, ഏത് ശരി എന്ന് കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു നിമിഷം അല്ലെ. അപ്പൊ കോഡ് ഓഫ് കോണ്ടാക്ട് ഫ്രെയിം ചെയ്യുമ്പോൾ ഫോൾട്ടി ആയിട്ടുള്ളതോ അതുപോലെ തന്നെ എന്താണ് ക്രിയേറ്റിംഗ് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാക്കാതിരിക്കുക. അങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ടാണ് ചില ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ബിസിനസ്സിലെ എംപ്ലോയീസ് നടത്തുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ആ സെന്റൻസുകളൊന്ന് വായിച്ചു നോക്കാമോ? ആബ്സെൻസ് ഓഫ് പ്രോപ്പർ കോഡ് ഓഫ് കോണ്ടാക്ട്, ശരിയായ രീതിയിലുള്ള കോഡ് ഓഫ് കോണ്ടാക്ട് ഇല്ലാതിരിക്കുന്നത് will lead to indiscipline, അത് ഇൻഡിസിപ്ലിന് കാരണമാകുന്നു. വേഗം ആ ഒരു പോയിന്റ് മാത്രം. Okay. Then improper system of grievance redressal. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ പഠിച്ച ടോപ്പിക് ആണ് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ ഒക്കെ അല്ലെ. അതായത് എംപ്ലോയീസിന് ഉണ്ടാകുന്ന ഡിസ്കണ്ടന്റ്മെന്റ് അല്ലെങ്കിൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ കൃത്യമായി ശരിയായ രീതിയിൽ വിശകലനം ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്തി കൊടുക്കുക. പക്ഷെ ചില ബിസിനസ് ഓർഗനൈസേഷനിൽ there will be no proper system of grievance redressal. ഈ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഉള്ള ഒരു ശരിയായ സമ്പ്രദായം ചില ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാകില്ല. മാത്രമല്ല അല്ലെങ്കിൽ ചിലപ്പോൾ എംപ്ലോയീസ് അവരവരുടെ കാര്യം നോക്കിപ്പോൾ നമ്മൾ അതിൽ ബോധർ ചെയ്യുന്ന കാര്യമില്ല. ആ മൈൻഡ് മാനേജ്മെന്റ് എംപ്ലോയീസിന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല, അവരുടെ പരാതികളോ പരിഭവങ്ങളോ ഒന്നും കേൾക്കുന്നില്ല, അതിനൊരു പരിഹാര മാർഗം കാണുന്നില്ല. അപ്പൊ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗ്രീവൻസ് റീഡ്രസൽ ഇല്ല എങ്കിൽ എംപ്ലോയീസിന് എന്താണ് മനസ്സിൽ തോന്നുന്ന ഒരു വികാരമാണ് തൃപ്തിക്കുറവ്. നമ്മളുടെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നില്ല. നമ്മളത് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു അല്ലെങ്കിൽ നമ്മളുടേതായ ഒരു കംപ്ലൈന്റ് നമ്മൾ ഉന്നയിച്ചു, പക്ഷെ there is no reaction, അതിനൊരു റിയാക്ഷൻ ആ ഒരു മാനേജ്മെന്റ് തന്നില്ല. ആ മനസ്സിൽ ആ ഒരു ഗ്രീവൻസ് അവിടെ തന്നെ കിടക്കും, ആ ഡിസ്കണ്ടന്റ്മെന്റ് അവിടെ കിടക്കും. അത് എങ്ങനെ അഫക്ട് ചെയ്യും? ജോലിയെ അഫക്ട് ചെയ്യും എന്ന് വെച്ചാൽ അവരുടെ മനസ്സിലുള്ള ഇത് മുഴുവനും അവരുടെ പ്രവൃത്തിയിലൂടെ കാണിക്കും. ഇൻഡിസിപ്ലിൻഡ് അവർ തോന്നിയ രീതിയിലൊക്കെ പ്രവർത്തിക്കും, മാനേജ്മെന്റിനെ അനുസരിക്കുന്നില്ല, അവരുടെ റൂൾസ് തെറ്റിക്കുന്നു, ഇതൊക്കെ അങ്ങനെ പോകും. കാരണം എന്താ? നമ്മൾ ചെയ്തു കൊടുക്കുന്ന ജോലിക്ക് അവിടെ നിന്നും തിരിച്ച് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മാനേജ്മെന്റ് തയ്യാറാകണം. അതർവൈസ് ഈ പറയുന്ന പോലെ എംപ്ലോയീസ് പെരുമാറും. അത് ഏത് ബിസിനസ്സിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഇംപ്രോപ്പർ സിസ്റ്റം ഓഫ് ഗ്രീവൻസ് റീഡ്രസൽ ഓൾസോ ലീഡ്സ് ടു ദ ആക്ട് ഓഫ് മിസ്കണ്ടക്ട്. ഓക്കെ, പോയിന്റിന്റെ അർത്ഥം മനസ്സിലായോ? മനസ്സിലായില്ലെന്നാണോ? ഇംപ്രോപ്പർ സിസ്റ്റം ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ മനസ്സിലായില്ല അവർക്കും? ഒന്നും കൂടെ പറയാമോ? പറയാം. അതായത് നമ്മൾ ഒരു ബിസിനസ് നമ്മൾ ഗ്രീവൻസ് റിഡ്രസൽ ഓർക്കണം കേട്ടോ. എംപ്ലോയീസിന് ഉണ്ടാകുന്ന ഡിസ്കണ്ടന്റ്മെന്റ്, ഡിസാറ്റിസ്ഫാക്ഷൻ അത് പരിഹരിക്കുക. പക്ഷെ അങ്ങനെ ഒരു നല്ല പരിഹാര സമ്പ്രദായം ഇല്ല എങ്കിൽ എംപ്ലോയീസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഉണ്ടെങ്കിൽ അവരുടെ ചുമതലയാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ചുമതലയാണ്. എംപ്ലോയീസിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക, അവരുടെ കംപ്ലൈന്റുകൾ ഇല്ലാതാക്കുക, അവരുടെ തൃപ്തിക്കുറവ് മാറ്റി കൊടുക്കുക എന്നുള്ളത്. പക്ഷെ അത് ശരിയായ രീതിയിൽ നടത്തുന്നില്ല എങ്കിൽ തീർച്ചയായും ഇൻഡിസിപ്ലിൻ ആവുമല്ലോ. നമ്മളിവിടെ കുറെ ടീച്ചേഴ്സ് ഉണ്ട്, ഞങ്ങളിവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം ഉന്നയിക്കുന്നു, അതെ ഇങ്ങനെയാണ് ഇന്നൊരു കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ when the management is not hearing us or if they are not finding any solution for it,
നമ്മൾ ആ പറഞ്ഞ അറിയിച്ച കാര്യത്തിന് ഒരു സൊല്യൂഷൻ മാനേജ്മെന്റ് എടുക്കുന്നില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും കൃത്യമായി ടീച്ചേഴ്സ് ഒക്കെ അവരവരുടെ ജോലികൾ ചെയ്യുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞൊരു കാര്യത്തിന് ഒരു പരിഹാര മാർഗം കണ്ടെത്തി നമുക്ക് തരുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള കാര്യത്തിന്, നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിനാകാം, നമ്മുടെ ടീച്ചിങ് സംബന്ധമായ കാര്യങ്ങൾക്കാകാം, നമുക്ക് അതിനൊരു മറുപടി കിട്ടിയില്ല, ഒരു പരിഹാരം കിട്ടിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ എന്ത് തോന്നും? നമ്മളൊരു കാര്യം അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ട് അവർ നമ്മൾ കൺസിഡർ ചെയ്ത് പോലുമില്ല, നമുക്കൊരു പരിഹാരം കണ്ടെത്തി തന്നില്ല. അപ്പൊ ഒരു ഡിസ്കണ്ടന്റ്മെന്റ് ഉണ്ടാവും അവിടെ. തീർച്ചയായിട്ടും നമ്മൾ പ്രതിഫലിക്കുന്നത് നമ്മുടെ തൊഴിലിലായിരിക്കും കാണിക്കുക, അല്ലെ? നമ്മള് ഇന്ന കാര്യമില്ല, ശരി നമുക്ക് നോക്കാം, അത് നമ്മൾ അനുസരിക്കില്ല. കാരണം നമ്മളുടെ ആവശ്യം അവർക്ക് മനസ്സിലാക്കിയില്ല, അതിന് പരിഹാരം കണ്ടില്ല. പിന്നെ നമ്മൾ എന്തിനാ ഇത് അനുസരിക്കണം എന്നുള്ള മൈൻഡിലേക്ക് പോകും ആൾക്കാർ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇംപ്രോപ്പർ സിസ്റ്റം ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ ഓൾസോ ലീഡ് ടു മിസ്കണ്ടക്ട് ഓർ ഇൻഡിസിപ്ലിൻ ഓഫ് എംപ്ലോയീസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇൻഎഫക്റ്റീവ്, എല്ലാത്തിനും ഉദാഹരണം ഇവിടുത്തെ തന്നെ വെച്ച് അവസാനം ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നോട്ടാ. ഞാൻ ഉദാഹരണം പറയുന്നതാണ്ടാ. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ കരുവാക്കാണെന്ന് വിചാരിച്ചാൽ മതി. അല്ലാണ്ട് ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല. ഈ എന്താ പറയാ, ഞങ്ങളുടെ നോർത്ത് പറവൂരെ നടക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ഏതോ നാട്ടിൽ നടക്കുന്ന കാര്യം പറയുന്നത്, ഏതോ ഓർഗനൈസേഷനിൽ. ഇറ്റ്സ് നോട്ട് ഓഫ് സ്മാർട്ട് ശ്രീ കൺസൾട്ടൻസി. ഓക്കെ. Then ineffective HR policies and procedures. ഞങ്ങളൊക്കെ എല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മുടെ സാർ കൃത്യമായിട്ട് അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ ചെയ്യും. അപ്പൊ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, നമുക്കിപ്പോ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ഇൻഫോം ചെയ്യുന്നു. അതനുസരിച്ച് നമുക്ക് അതിനുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന് തരും. അല്ലെങ്കിൽ നമ്മളെ കുഴപ്പമില്ല, നമ്മളെ കുറച്ചുകൂടി ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റില്ല എന്ന് നമ്മൾ തോന്നുമെങ്കിലും നമ്മളതൊന്ന് ജസ്റ്റ് ഗിവ് എ ട്രൈ, അല്ലെ? ഒരു പരിശ്രമം നടത്തി കഴിയുമ്പോൾ ചിലപ്പോൾ പറ്റുമായിരിക്കും. ഇങ്ങനെയൊക്കെ ആകുന്നു അല്ലെങ്കിൽ ഇങ്ങനൊന്നും ഇല്ല. നമ്മളിൽ ഉണ്ട് കുറെ കഴിവുകൾ ഇവിടെ ഉണ്ട് ഉള്ളില്. പക്ഷെ നമ്മളത് പുറത്തേക്ക് എടുക്കാത്തത് കൊണ്ടാണ് എന്താ പറയാ അത് കാണാത്തത്, അല്ലെ? പക്ഷെ അത് എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ ചിലപ്പോ അത് വളരെ ഭംഗിയായിട്ട് പുറത്തേക്ക് വരും. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഇന്റർഫിയറൻസ് എന്താ പറയാ അവിടെ നിന്ന് ഉണ്ടാകും. അവർ നമ്മുടെ കൂടെ അതിന് ചേർന്ന് നിൽക്കും. എല്ലാ കാര്യങ്ങളൊക്കെ പരിഹരിച്ചൊക്കെ തരും. അതുപോലെ തന്നെ അതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ ഇല്ല. അതുകൊണ്ട് ആണ് അത്ര ഫ്രീ ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് എല്ലാ രീതിയിലും. അല്ലാതെ നമ്മളിവിടെ ഭയങ്കര എന്താ പറയാ ഈ എന്താ പറയാ ഒരു വേറെ രീതിയിലുള്ള മുഖം വെച്ചിട്ട് ഒന്നുമില്ല നമ്മൾ ക്ലാസ് എടുക്കുന്നത്, അല്ലെ? വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹാപ്പി ആയിട്ടൊക്കെയാ ക്ലാസ് എടുക്കുന്നത്. ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ വിചാരിക്കും. ഇൻഎഫക്റ്റീവ് HR പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഓൾസോ ഇതും അതെ, ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് ഒക്കെ ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സുകളെ ഹൗ ടു ഹാൻഡിൽ, ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യേണ്ടത്, അവരുടെ കുറെ പോളിസീസ്, എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് ഹ്യൂമൻ റിസോഴ്സുകളെ ഉപയോഗിക്കാൻ, എംപ്ലോയീസിനെ പരമാവധി അവിടുത്തെ ജോലിയൊക്കെ ചെയ്യിപ്പിച്ച് അവരെ എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അവരെങ്ങനെ കൺട്രോൾ ചെയ്ത് അവരുടെ ഗ്രീവൻസുകളൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള കുറെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് HR പോളിസിയിലുണ്ട്. ഓക്കെ. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിലാണെങ്കിൽ, ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ എല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കും. എംപ്ലോയീസ് ഒക്കെ നല്ല ഡിസിപ്ലിൻ ആകും. പക്ഷെ ഇൻ കേസ് ഇൻഇഫക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ ഒട്ടും കാര്യക്ഷമമില്ലാത്ത, വേണ്ടാത്തതിനും വേണ്ടുന്നതിനൊക്കെ കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ചിട്ടുള്ള HR പോളിസീസ് ആണെങ്കിൽ അത് ഫോളോ ചെയ്യാൻ എംപ്ലോയീസിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് ഗ്രീവാൻസിലേക്ക് പോകും. തീർച്ചയായിട്ടും അത് മിസ്കണ്ടക്റ്റിലേക്ക് നയിക്കും, അല്ലെ? ഗ്രീവാൻസ് വന്നു കഴിഞ്ഞാൽ അപ്പം മിസ്കണ്ടക്ട് വരും. എങ്ങനെ വന്നാലും പരാതികളും പരിഭവങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്രകടമാക്കുന്നത് ഇതുപോലെയുള്ള അനാവശ്യ പ്രവർത്തികളിലൂടെയാണ്. അനാവശ്യ പ്രവർത്തികളാണ് നമ്മൾ കുറച്ച് നേരത്തെ മുമ്പ് കണ്ടത്, 12 എണ്ണം. ഓക്കെ. അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ തുടങ്ങും എംപ്ലോയീസ്. ദാറ്റ്സ് ഓൾ. Ineffective HR policies and procedures. Clear ആയോ? മനസ്സിലായില്ലേ? ഓക്കെ. ആ പോയിന്റുകൾക്കാണ് പ്രാധാന്യം. പോയിന്റുകളാണ് നിങ്ങൾ കൂടുതലും പഠിക്കേണ്ടത്. Then pessimistic perception of employees and employee unions. Pessimistic perception എന്താണത്? Pessimistic എന്ന് വാക്ക് കേട്ടിട്ടുണ്ടോ? It's the opposite or synonym term of antonym term of optimistic. ഒപ്റ്റിമിസ്റ്റിക്കിന്റെ ഓപ്പോസിറ്റ് പദമാണ് പെസിമിസ്റ്റിക്. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ശുഭാപ്തി വിശ്വാസം, എല്ലാം ഭംഗിയായി അവസാനിക്കുമെന്നുള്ള ഒരു ചിന്ത. അതാണ് ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് പെസിമിസ്റ്റിക് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ധാരണ കൊടുക്കുന്ന ആളുകൾ.
അത് എംപ്ലോയീസിന്റെ ഭാഗത്ത് ചില സമയത്ത് അങ്ങനെ ഉണ്ട് കേട്ടോ. ചില എംപ്ലോയീസ് ഉണ്ട് എന്തെങ്കിലും മാനേജ്മെന്റ് പുതിയത് കൊണ്ടുവരുമ്പോ അതെന്താ അതിനെ തളർത്തുക എന്ന് വെച്ചാൽ അത് വേണോ ആവശ്യമുണ്ടോ കണ്ടോ. എംപ്ലോയീസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻസ് ഉണ്ട്. അവര് അണ്ടർ എസ്റ്റിമേറ്റ് ആക്ട്സ് ഓഫ് മാനേജ്മെന്റ് കൊണ്ടുവരുന്ന പ്രവർത്തികളൊക്കെ ഇല്ലേ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ അത് വേണ്ടിയിരുന്നില്ല, ആവശ്യമില്ല, അതൊന്ന് അതായത് വില കുറച്ച് കാണുക. ഇങ്ങനെയൊക്കെ ചില എംപ്ലോയീസും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻസും പ്രകടിപ്പിക്കാറുണ്ട്. ആ ഒരു പെസിമിസ്റ്റിക് ധാരണയാണ് അവരെ അങ്ങനെ നയിക്കുന്നത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇത് ആവശ്യമില്ല കേട്ടോ. അങ്ങനെ വരുമ്പോ എംപ്ലോയീസിന്റെ നേർക്ക് മാനേജ്മെന്റ് ഹാവ് ടു ടേക്ക് സ്ട്രിക്റ്റ് ആക്ഷൻസ്. മാനേജ്മെന്റിന് എന്താ പറയാ കുറച്ച് എന്താ പറയാ നടപടിക്രമങ്ങൾ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില ക്രമങ്ങളൊക്കെ നടത്തേണ്ടി വരും. അങ്ങനെ വരുമ്പോ അവരെന്ത് ചെയ്യും? അവരുടെ വർക്ക് പെർഫോമൻസുകളെ കുറയ്ക്കും. അതുപോലെ തന്നെ മിസ്കണ്ടക്ട് അവരുടെ ബിഹേവിയറിൽ വളരെയധികം മോശമായ രീതിയിലൊക്കെ പെരുമാറാനൊക്കെ തുടങ്ങും. എന്നുവെച്ചാൽ എന്ത് കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോഴും മാനേജ്മെന്റിന്റെ ഒപ്പം നിൽക്കുന്ന എംപ്ലോയീസ് ഉണ്ട്, പക്ഷെ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ എംപ്ലോയീസിന്റെ ആ ഒരു നെഗറ്റീവ് പെർസെപ്ഷൻ അതുപോലെ തന്നെ അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് മാനേജ്മെന്റ് ഓൾസോ ലീഡ്സ് ടു ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട്. പെർഫോമൻസ് ആകാം, അതുപോലെ തന്നെ ബിഹേവിയർ മിസ്കണ്ടക്ട് ആകാം, പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന വൈരുദ്ധ്യം, നല്ല രീതിയിൽ പെരുമാറാതെ മോശമായ രീതിയിലൊക്കെ ഓർഗനൈസേഷനിൽ പെരുമാറുക, ഇതൊക്കെ ആയിരിക്കും കൊണ്ടുവരിക എംപ്ലോയീസ്. ക്ലിയർ ആയോ? സിനിസ്റ്റിക് പെർസെപ്ഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയി യൂണിയൻസ്. ഒന്ന് വായിച്ചു നോക്കിയ ആ ഒരു പോയിന്റ്, ചില പോയിന്റ് ആണ് ഞാൻ ഒന്നുകൂടി വായിച്ചു നോക്കാൻ പറയുന്നത്. നിങ്ങള് പോയിന്റിന്റെ അകത്തുനിന്ന് അത്രയധികം നമുക്ക് ഇതില്ല എങ്കിലും പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, വായിച്ചാ നെക്സ്റ്റ് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഒരു ഓർഗനൈസേഷണൽ കൾച്ചർ ആണ്. ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നതും മീൻസ് ഓർഗനൈസേഷൻ്റെതായ ഒരു എന്താ പറയാ കൾച്ചറാണ്, സംസ്കാരമാണ്. ദാറ്റ് മീൻസ് ഒരു ഓർഗനൈസേഷനിൽ വേരിയസ് ഫീച്ചേഴ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ്, പല തരത്തിലുള്ള സവിശേഷതകളും മറ്റ് പല ഗുണങ്ങളും ഒരു ഓർഗനൈസേഷന്റെ കൾച്ചറിനെ ബാധിക്കുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ എംപ്ലോയീസിന്റെ കമ്മ്യൂണിക്കേഷൻ വിത്ത് അതേഴ്സ് ആൻഡ് ഓൾസോ വിത്ത് ദംസെൽസ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ ജോലിക്കാര് അവർ തമ്മിലും മറ്റുള്ളവരുമായിട്ടൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, പെരുമാറുന്നു, അത് ഓർഗനൈസേഷന്റെ കൾച്ചറിനെയും കൂടി ബാധിക്കുന്നതാണ്. അതായത് ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അവിടുത്തെ സംസ്കാരം കണ്ടോ. അത് പറയുമ്പോ എംപ്ലോയീസിന്റെ ഒരു വലിയ എന്താ പറയാ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നുണ്ട്. അവരെങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത്, അവർ തന്നെ മാനേജ്മെന്റുമായിട്ട് എങ്ങനെ ഇടപഴകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ. അതായത് എംപ്ലോയേഴ്സുമായിട്ടും എംപ്ലോയീസുമായിട്ടും ഹൗ ദേ മിങ്കിൾ ഓർ കമ്മ്യൂണിക്കേറ്റ്, എങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഒരു ഓർഗനൈസേഷന്റെ കൾച്ചറിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത് നല്ലതാണെങ്കിൽ മോശമായ രീതിയിൽ എംപ്ലോയേഴ്സിനോട് പെരുമാറുന്നു, അതുപോലെ മോശമായ രീതിയിൽ മാനേജ്മെന്റിനോട് പെരുമാറുന്നു, കണ്ടോ ഓർഗനൈസേഷന്റെ കൾച്ചർ തന്നെ തകിടം മറിഞ്ഞോടെ അല്ലെ. സംസ്കാരമില്ലാത്ത ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന പേര് തരും. കാരണം എന്താ? മാനേജ്മെന്റിനെ അനുസരിക്കുന്നില്ല. എംപ്ലോയീസ് തമ്മിൽ പരസ്പരം എപ്പോഴും ഇടിയും വഴക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് പരസ്പരം ഒരു ഐക്യമില്ല, ഒരു യൂണിറ്റി ഇല്ലാതെ ഉള്ള എംപ്ലോയീസ്. ഇങ്ങനെയൊക്കെ വരുമ്പോ തന്നെ ഓർഗനൈസേഷന്റെ ആ കൾച്ചർ തന്നെ മൊത്തം അങ്ങോട്ട് മാറിയും. ഓക്കെ, അത് നല്ല രീതിയിൽ അല്ല എങ്കിലും എന്തുണ്ടാകും? പരസ്പരം അത് നമ്മൾ പരസ്പരം സംസാരിക്കില്ല, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, എംപ്ലോയർ ആയിക്കോട്ടെ എംപ്ലോയി ആയിട്ട് യാതൊരു രീതിയിലുള്ള കോണ്ടാക്ട്സും ഇല്ല. ഇതൊക്കെ ഓർഗനൈസേഷന്റെ കൾച്ചറിനെ ബാധിക്കുന്നു. ഓർഗനൈസേഷൻ കൾച്ചർ ഓൾസോ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, എംപ്ലോയീസ് മിസ്കണ്ടക്റ്റില് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിനിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന എംപ്ലോയീസ് ദേ വിൽ ബി റെസിസ്റ്റന്റ്, ദേ വിൽ ഹാവ് എ റെസിസ്റ്റന്റ് ആറ്റിറ്റ്യൂഡ്. അതായത് എംപ്ലോയീസിന്റെ മനസ്സിൽ മുഴുവനും എന്താ പറയാ അവരെപ്പോഴും എന്തെങ്കിലും കാര്യത്തിന് എല്ലാത്തിനും മടി അല്ലെങ്കിൽ അതിനോട് യോജിക്കാതെ അങ്ങനെയൊക്കെ ഹെസിറ്റന്റ് ആയിട്ട് നിൽക്കും, എപ്പോഴും മാറി മറിഞ്ഞൊക്കെ നിൽക്കും. മനസ്സിലാവും. അവരുടെ കൾച്ചറുമായിട്ട് യോജിച്ചു പോകാനായിട്ട് പറ്റാത്ത ഒരു രീതിയിൽ നിൽക്കുന്ന എംപ്ലോയീസ്, അത് ഇൻഡിസിപ്ലിന് കാരണമാകുന്നു. ഓക്കെ, ഓർഗനൈസേഷന്റെ കൾച്ചറും ഇൻഡിസിപ്ലിനിലേക്ക് നയിക്കുന്ന മറ്റൊരു കാരണമാണ്.
എല്ലാം നമ്മൾ പറയുന്നത് ഇൻഡിസിപ്ലിന്റെ കോസസ് ആണ് കേട്ടോ, കോസസ്. ഓർഗനൈസേഷണൽ കൾച്ചർ. ക്ലിയർ ആയോ? ആ ഒരു ഫസ്റ്റ് സെന്റൻസിന്റെ ആവശ്യമുള്ളൂ നമുക്കിവിടെ, ബാക്കിയൊന്നും ആവശ്യമില്ല. പ്രോപ്പർ ആയിട്ടുള്ള എംപ്ലോയി കമ്മ്യൂണിക്കേഷൻ among themselves and with others. With others എന്ന് പറയുന്നത് എംപ്ലോയറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ ഓർഗനൈസേഷന്റെ കൾച്ചർ ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണ്? യെസ്. ആൻഡ് ദ ലാസ്റ്റ് കോസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ശരിയായ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇല്ലാത്തതും മറ്റൊരു കാരണമാണ് ഇൻഡിസിപ്ലിനിലേക്ക് നയിക്കുന്നതിന്. എന്താ അത്? ശരിയായ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. If the management has to inform any informations to the employees, it should be provided through proper channel. എന്താണ്? എന്തെങ്കിലും കാര്യങ്ങൾ എംപ്ലോയീസിനെ അറിയിക്കണം, അതൊരു പ്രോപ്പർ ചാനലിലൂടെ എംപ്ലോയീസിന് നോളജബിൾ ആകുന്ന, അവര് കൃത്യമായിട്ട് അവരിലേക്ക് എത്തുന്ന അറിവ് പോലെ ആ ഒരു സിസ്റ്റം അത് കംപ്ലീറ്റ് ആകണം. ഇപ്പൊ മാനേജ്മെന്റ് കൊടുത്തു വിടുന്ന ഇൻഫർമേഷൻ എംപ്ലോയീസിന്റെ ഇന്ന സ്ഥലത്താണ് എത്തുന്നത്, അത് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എംപ്ലോയീസിന് അത് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ആൻഡ് ഓൾസോ അവരിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാനുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടേക്കും കണക്ട് ചെയ്യാനായിട്ട് മാനേജ്മെന്റ് തയ്യാറാകണം. സോ ദർ വിൽ ബി എ ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അങ്ങനെ വരുമ്പോ മാനേജ്മെന്റും എംപ്ലോയീസ് തമ്മിൽ എന്തുണ്ടാകും? ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇൻഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി നടക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ഇൻഡിസിപ്ലിൻ ആക്ടിവിറ്റി അധികം നടക്കുന്നില്ല. കാരണം ദർ ഇസ് എ ടു വേ കമ്മ്യൂണിക്കേഷൻ വിത്ത് അസ് ആൻഡ് ദ മാനേജ്മെന്റ്. നമ്മൾ മാനേജ്മെന്റ് തമ്മിൽ ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് ഷെയർ ചെയ്യും അങ്ങോട്ട്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും സൊല്യൂഷൻസ് അവിടെ നിന്ന് ഇങ്ങോട്ട് തരും. ഓക്കെ, നമ്മുടെ സജഷൻസ് നമ്മൾ അറിയിക്കും, അവിടെ നിന്ന് അതിനനുസരിച്ചുള്ള എന്താ പറയാ റെസ്പോൺസ് ഇങ്ങോട്ട് തരും. സോ അങ്ങനെ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ബി നോ ചാൻസ് ഓഫ് ഇൻഡിസിപ്ലിൻ ആക്ടിവിറ്റി. അങ്ങനെ വരുമ്പോൾ ഇൻഡിസിപ്ലിൻ ആക്ടിവിറ്റിയുടെ ഒരു സാധ്യത അവിടെ ഉണ്ടാകുന്നില്ല. അങ്ങനെ ഇല്ലാതെ വരുമ്പോഴാണ്, പ്രോപ്പർ ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇല്ലാതാകുമ്പോഴാണ് എന്തുണ്ടാകുക? ഒരു ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ മിസ്കണ്ടക്ട് ആക്ടിവിറ്റി അവിടെ ഉണ്ടാകുക. അപ്പോ therefore there should be a formal communication channel. ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടാകണം. എവിടെന്ന്? മാനേജ്മെന്റിൽ നിന്ന് എംപ്ലോയീസിലേക്ക് കേട്ടോ. അങ്ങനെ മിസ്ബിഹേവിയർ ഒക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ക്ലിയർ ആയോ? ലാക്ക് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. മനസ്സിലായോ? അതൊന്ന് വായിച്ചു നോക്കിയേ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും എംപ്ലോയീസിനെ അറിയിക്കുക, അവരിൽ നിന്ന് ഇങ്ങോട്ടും ഫീഡ്ബാക്ക്. കണ്ടോ? റെഗുലർ ഫീഡ്ബാക്ക് ഫ്രം എംപ്ലോയീസ് അബൌട്ട് ഓൾ ദ ഫംഗ്ഷനിങ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സംബന്ധിക്കുന്ന ഫീഡ്ബാക്കുകൾ റെഗുലർ ആയിട്ട് എംപ്ലോയീസിൽ നിന്ന് ഇങ്ങോട്ടും കളക്ട് ചെയ്യണം. ഇങ്ങോട്ടും കിട്ടണം. ഇവിടെ നിന്ന് നമുക്ക് ഉള്ള ഇൻഫർമേഷൻസ്, ഫ്യൂച്ചർ നമ്മൾ ഇന്ന കാര്യങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു, അത് അവരെയും അറിയിക്കണം. കണ്ടോ? അങ്ങനെ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്തിന് കാരണമാകും? നല്ല രീതിയിൽ ഇല്ല എങ്കിൽ ഇൻഡിസിപ്ലിന് കാരണമാകും. അല്ല, നല്ല രീതിയിലുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എങ്കിൽ അതൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഉണ്ടാക്കിയെടുക്കും. ക്ലിയർ ആയോ? അപ്പൊ ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അതുപോലെ തന്നെ അതിന്റെ ആക്ടിവിറ്റീസ്. എന്താണ് മിസ്കണ്ടക്റ്റുമായിട്ടുള്ള ആക്ടിവിറ്റീസ്? ഒരു 10-12 നമ്മൾ പറഞ്ഞു. ആൻഡ് വാട്ട് ആർ ദ കോസസ് ഓഫ് ഇൻഡിസിപ്ലിൻ. ഇൻഡിസിപ്ലിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊരു 8 പോയിന്റ്, ആ 8 ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്ന പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. 8 അടിയിലൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ഉള്ളിൽ എഴുതിയിരിക്കുന്ന എക്സ്പ്ലനേഷൻ നിങ്ങളൊന്ന് നന്നായി വായിച്ചു നോക്കുക. ഓക്കെ, അടുത്തൊരു ടോപ്പിക് ആണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഓക്കെ, റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ. റെഡ് ഹോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അറിയാല, സ്റ്റൗ അറിയാലോ? സ്റ്റൗ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഗ്യാസൊക്കെ കത്തിക്കുന്ന സാധനം അല്ലെ, ബർണറൊക്കെ ഉള്ളത്, അതാണ് സ്റ്റൗ എന്ന് പറയും. റെഡ് ഹോട്ട് സ്റ്റൗ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നല്ല ചുറ്റ് പഴുത്തും റെഡ് കളറിലായി കിടക്കുന്ന സ്റ്റൗ. അത് ഇവിടെ ഒരു റൂൾ ആയിട്ട് പറയുന്നുണ്ട്. അതിനെന്താ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ആയിരിക്കും പറയാം? ചോദിക്കട്ടെ, പറയാൻ പറ്റുമോ? ഈ റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ഒരു ഇൻഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ ഇടയിൽ വരാൻ കാരണം എന്തായിരിക്കും? സരിജ ഒന്ന് സൗണ്ട് മ്യൂട്ട് ചെയ്യോ? സരിജ, ഓക്കെ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
പറയാൻ പറ്റുമോ നയന? എന്തായിരിക്കും? ജസ്റ്റ് ഒന്ന് പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ അടുത്ത ദിവസം ക്ലാസ്സിൽ എടുക്കും. മനസ്സിലായില്ല അല്ലെ? സോ കുഴപ്പമില്ല, നമുക്ക് അടുത്ത ദിവസം ക്ലാസ്സിൽ എടുക്കാം. സോ സി യു, ബൈ, ടാറ്റ. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു മാം. കഴിയാന്ന് വെച്ചിട്ടാണ്.